മലയാള വിഭാഗത്തിൽ മുൻ അധ്യാപികയായിരുന്ന, ഇപ്പോൾ മഹാത്മാഗാന്ധി കോളേജ് മലയാള വിഭാഗം പ്രൊഫസറായിരുന്ന ഡോക്ടർ സന്ധ്യ എസ് പണിക്കർ ആണ് ഒരു പ്രബന്ധം അവതരിപ്പിക്കുന്നത്. മലയാള വിഭാഗത്തിന്റെ തന്നെ കുടുംബാംഗമായ റോഷ്നി കെ ലാൽ, ലക്ഷ്മി സന്തോഷ്, വൈദേഹി സുരേഷ്, സുകന്യ, അഖില എല്ലാവരും ടീച്ചറുടെ കവിതകളും ആലപിക്കുന്നുണ്ട്. ഒരു പരിപാടിയായിട്ടാണ് നമ്മളിത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് കടക്കും മുമ്പ് പ്രത്യേക സാഹചര്യത്തിൽ കോവിഡ് കൊണ്ടുപോയ കൂട്ടുകാരെ നമുക്ക് ഓർക്കാതെ വയ്യ. ഏറ്റവും തൊട്ടടുത്ത് വന്ന വിവരം ശ്രീ അനിൽ പനച്ചൂരൻ അദ്ദേഹം നമ്മോട് വിട പറഞ്ഞിരിക്കുന്നു. അതിന് തൊട്ട് മുമ്പേ തന്നെ നിലമ്പേരും മധുസൂദനൻ നായർ, യു എ ഖാദർ, പിന്നെ ഒട്ടേറെ എഴുത്തുകാർ നമ്മോട് യാത്ര പറഞ്ഞു പോയിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ അവരെ ഓർത്തുകൊണ്ട് ഈ പരിപാടി തുടങ്ങാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു നിമിഷം എല്ലാവരും മൗനം ആചരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഈ അനുസ്മരണ സെമിനാറിന് ഔപചാരികമായ സ്വാഗതം ആശംസിക്കുന്നതിന് മലയാള വിഭാഗം അധ്യാപിക ഡോക്ടർ ദീപ BS ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. സുഗതകുമാരി ടീച്ചറിന്റെ മരണത്തോടനുബന്ധിച്ച് ടീച്ചറിന്റെ കവിതയെയും കാവ്യ ജീവിതത്തെയും ഒക്കെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ഇവിടെ ചേർന്നിരിക്കുന്നത്. യോഗത്തിൽ അധ്യക്ഷയായിരിക്കുന്നത് മലയാളത്തിന്റെ വിഭാഗത്തിന്റെ തന്നെ വളരെ പ്രിയപ്പെട്ട അധ്യാപികയായ ഉഷാകുമാരി ടീച്ചറാണ്. ടീച്ചറെ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും എന്റെ പേരിലും കോളേജിന്റെ പേരിലും ഒക്കെ ഔപചാരികതയുടെ പേരിൽ മാത്രം ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഖ്യ പ്രഭാഷകനായി എത്തിയിരിക്കുന്നത് എന്റെ വളരെ പ്രിയപ്പെട്ട അധ്യാപകനാണ്. ശാസ്താംകോട്ട DB കോളേജിലെ വകുപ്പ് അധ്യക്ഷനായിരുന്നു. സാർ ഇപ്പൊ റിട്ടയർ ചെയ്തു. എങ്കിലും റിട്ടയർമെന്റ് ജീവിതം വളരെ കർമ്മനിരതനായി തന്നെ ഇപ്പോഴും സാർ തുടരുകയാണ്. വിവിധ മേഖലകളിൽ അദ്ദേഹത്തിന്റെ പ്രാവീണ്യം ഇപ്പോഴും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറ് മറ്റേ ഇഗ്നോയുടെ പുതിയ അക്കാഡമിക് കൗൺസിൽ ചെയർമാനാണ്. അതുപോലെ തന്നെ നാഷണൽ എക്സാമുകൾ, നെറ്റ്, അതുപോലെ നീറ്റ്, JEE ഇങ്ങനെയുള്ള പരീക്ഷകളുടെയൊക്കെ ഒബ്സർവർ ആണ്. അതുപോലെ തന്നെ FM നമ്മുടെ ബെൻസിയർ റേഡിയോയുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറാണ്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മുടെ സാഹിത്യ ലോകത്തിലേക്ക് ചിന്തിക്കുമ്പോൾ വളരെ സർഗാത്മകമായ നിരൂപണ മേഖലയിൽ നിൽക്കുന്ന ഒരു അധ്യാപകനാണ്. ഭാവഗീതങ്ങളെ കുറിച്ചാണ് സാറിന്റെ റിസർച്ച്. വളരെ മലയാള സാഹിത്യവും ഭാഷയും പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ പ്രയോജനപ്രദമാണ് സാറിന്റെ ആ പുസ്തകം. അതുപോലെ എഴുത്തച്ഛനെ കുറിച്ചുള്ള ഒരു നിരൂപണ ഗ്രന്ഥമുണ്ട്. പിന്നെ നഗരത്തിലെ നാട്ടുമാവ് എന്ന് പറയുന്ന കഥാസമാഹാരമുണ്ട്. ഇതൊക്കെ നമുക്ക് ഏവർക്കും പരിചയമുള്ളതാണ്. സാറിനെ ഈ ഒരു അവസരത്തിലേക്ക് നമ്മുടെ കോളേജിലെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കിട്ടിയത് തന്നെ ഞങ്ങളുടെ വലിയൊരു ഭാഗ്യമായി കരുതുന്നു. സാറിനെ ഞാൻ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും എന്റെ പേരിലും നമ്മുടെ കോളേജിന്റെ പേരിലും എല്ലാം സവിനയം ഹാർദമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള നെസ് ടീച്ചർ മീറ്റിംഗിൽ പങ്കെടുക്കാമെന്ന് ടീച്ചർ ഏറ്റിരുന്നാണ്. പക്ഷെ ടീച്ചർക്ക് DC ഒരു എമർജൻസി മീറ്റിംഗ് ഉള്ളത് കാരണം ടീച്ചർക്ക് പങ്കെടുക്കാൻ കഴിയുന്നില്ല. ടീച്ചറെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ഇവിടെ സാന്നിധ്യം ഇല്ലെങ്കിൽ കൂടി. പിന്നീട് നമ്മുടെ തന്നെ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ധന്യ S പണിക്കർ ടീച്ചർ ജോയിൻ ചെയ്യുന്നതിന് നെറ്റിന്റെ എന്തോ ഒരു ഇഷ്യൂ ഉള്ളത് കാരണം ഉടനെ തന്നെ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ടീച്ചർ ഇവിടുത്തെ അധ്യാപികയായിരുന്നു. ഇപ്പം ഹയർസ് കോളേജിലേക്ക് പോയതേ ഉള്ളൂ. കവിതയും പരിസ്ഥിതിയും എന്ന വിഷയത്തിൽ ഒരു ചെറിയ പ്രബന്ധം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ടീച്ചർ ഇവിടെ എത്തിയിരിക്കുന്നത്. ടീച്ചറെയും ഞാൻ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു.
അതോടൊപ്പം തന്നെ ഈ പരിപാടിയെ കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ രോഷിനിയുടെ പേര് എന്റെ മനസ്സിലേക്ക് വന്നതാണ്. രോഷിനിയുടെ പ്രിയപ്പെട്ട കവിയായിരുന്നു സുഗതകുമാരി ടീച്ചർ. നമ്മുടെ കോളേജിൽ ഒരു പരിസ്ഥിതി പ്രശ്നം വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ടീച്ചറെ കോൺടാക്ട് ചെയ്യാൻ കുട്ടികളോട് ആവശ്യപ്പെടുകയും ടീച്ചർ നേരിട്ട് പ്രിൻസിപ്പലിനെ വിളിക്കുകയൊക്കെ ചെയ്തു. രാഷ്ട്രപതി വരുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ചെറിയ കുറച്ച് മരങ്ങളൊക്കെ മുറിക്കുന്ന ഒരു പ്രശ്നം വന്നായിരുന്നു. കോളേജിനെല്ലാം നല്ല തണൽ നൽകുന്ന കുറെ മരങ്ങൾ മുറിക്കേണ്ട ഒരു അവസരം വന്നപ്പോൾ അതിന് പെട്ടെന്ന് ഒരു ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി രോഷിനി വളരെ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു. അതുപോലെ പിന്നെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പെട്ടെന്ന് സുഗതകുമാരി ടീച്ചറിനെ ഓർക്കുകയും ടീച്ചറെ വിളിക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു പരിപാടിയിൽ രോഷിനി നന്നായി കവിതയും ചൊല്ലും. അപ്പൊ ടീച്ചറെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുക, അതുപോലെ ഒരു കവിതയും ചൊല്ലുന്നതിന് വേണ്ടി ഞാൻ രോഷിനിയെ വിളിച്ചത്. പിന്നെ ബാക്കിയുള്ളത് കവിത ചൊല്ലുന്ന നല്ല കുട്ടി, ഒരുപാട് നന്നായി കവിത ചൊല്ലുന്ന കുട്ടികളുണ്ട്. അവരുടെ പ്രതിനിധികൾ എന്ന നിലയിൽ 2-3 കുട്ടികളെ മാത്രമേ നമുക്ക് ഇവിടെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ അവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടുത്തെയുള്ള കോളേജിലെ അധ്യാപകരെയും അനധ്യാപകരെയും ബാക്കി എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗം എന്ന നിലയിൽ ഞാൻ അത് അധികമൊന്നും പറയുന്നില്ല. ഈ വിഷയത്തിൽ നന്നായി ആധികാരികമായി സംസാരിക്കാൻ കഴിവുള്ള ഒരാളാണ് നമുക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. രാജീവ് മാഷിന്റെ പുസ്തകം വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാർത്ഥി ജീവിതത്തിൽ വളരെ പ്രയോജനപ്പെട്ടിട്ടുള്ള പുസ്തകത്തെ കുറിച്ചൊക്കെയുള്ള പുസ്തകങ്ങൾ പുറത്തുന്നു. മാഷ് കാവ്യമണ്ഡലത്തിൽ ഒരുപാട് നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളാണ്. മാഷയുടെ പ്രസംഗത്തിനായി നമുക്ക് കാതോർക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോ മാഷെ വേണ്ടി ചോദിക്കുന്നു. നമസ്കാരം. KKTM കോളേജിന്റെ ഒരു അനുസ്മരണ യോഗത്തിന് എന്നെ വിളിച്ചതിലുള്ള ഒരു സന്തോഷം ഞാൻ ആദ്യമേ രേഖപ്പെടുത്തട്ടെ. ബഹുമാന്യ അധ്യക്ഷ, മറ്റ് വിശിഷ്ടാതിഥികൾ, എനിക്ക് കോളേജില് മറ്റ് നേരിട്ട് ബന്ധമില്ല. ഞാനിതിനടുത്തുള്ള ഒരു കോളേജിൽ തലടോപ്പുംപടി DV കോളേജിൽ ഒരു 8 കൊല്ലത്തോളം 10-20 കൊല്ലം മുമ്പ് ജോലി ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു അന്ന് ഈ കോളേജ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ പറയുന്നത് നല്ലപോലെ കേൾക്കാവോ? മൊബൈൽ ദൂരെ വെച്ചേക്കാണ്. ബുദ്ധിമുട്ടാണെങ്കിൽ ഇച്ചിരി അടുത്ത് വെക്കാം, കുഴപ്പമില്ലല്ലോ, ഇങ്ങനെ വെച്ചാൽ മതിയല്ലോ. അപ്പൊ അങ്ങനെയാണ് എൻ്റെ ശിഷ്യനായ ഗോപന്റെ ഭാര്യ കോളേജ് ജോലി ചെയ്യുന്നുണ്ട്, ലക്ഷ്മി. അങ്ങനെ ലക്ഷ്മിയും ഗോപനോട് ഇങ്ങനെ ഒരു സുഗതകുമാരി ടീച്ചറിന്റെ ഒരു അനുസ്മരണമുണ്ട്, പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരി ആട്ടെ എന്ന് പറഞ്ഞു. അപ്പം വകുപ്പ് അധ്യക്ഷ ഉഷാകുമാരി ടീച്ചറിനെ വിളിച്ചു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ വളരെ പ്രിയപ്പെട്ട ശിഷ്യയായ ദീപ ഇവിടുത്തെ അധ്യാപികയാണ്. മുമ്പ് ദീപ പറഞ്ഞു കാണണം, എന്തോ എൻ്റെ മനസ്സിൽ നിന്നങ്ങ് വിട്ടുപോയി. അപ്പൊ ആകപ്പാടെ നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിയപ്പെട്ട ഒരു കോളേജാണ്. എൻ്റെ വഴി PhD ചെയ്ത രഘു ആദ്യം ജോയിൻ ചെയ്ത കോളേജും ഈ കൊടുങ്ങല്ലൂർ കോളേജാണ്. അങ്ങനെ കോളേജിൽ വന്നിട്ടില്ലെങ്കിലും ഇപ്പോഴിങ്ങനെ ഒരു ഫംഗ്ഷൻ, പ്രത്യേകിച്ചും സുഗതകുമാരി ടീച്ചർ എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രമല്ല മുഴുവൻ മലയാളികൾക്കും, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മലയാളികൾ ഹൃദയത്തിനോടടുത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു വ്യക്തി, ഒരു കവി എന്നല്ല ഞാൻ പറയുന്നത്, ഒരു വ്യക്തിയാണ് സുഗതകുമാരി ടീച്ചർ. ടീച്ചറിന്റെ പ്രവർത്തനങ്ങളിലൂടെ, ടീച്ചറിന്റെ കവിതകളിലൂടെ, ടീച്ചറിന്റെ ജീവിതത്തിലൂടെ, ടീച്ചറിന്റെ ഒരു പാരമ്പര്യവുമുണ്ട്. സ്വാതന്ത്ര്യത്തിനു വേണ്ടി പാടിയ, പ്രവർത്തിച്ച, തീർത്തും ഗാന്ധിയനായ ഒരു വലിയ മനുഷ്യൻ, ബോധേശ്വരൻ എന്ന കവിയായ ഒരു പ്രവർത്തകന്റെ, ഒരു ആക്ടിവിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അദ്ദേഹത്തിന്റെ മകളാണ് സുഗതകുമാരി. അദ്ദേഹം കാണിച്ചു കൊടുത്ത ജീവിതത്തിന്റെ ഒരു തുടർച്ചയായിരിക്കാം സുഗതകുമാരിയിൽ നമ്മൾ കണ്ടത്. ആദ്യമായി ടീച്ചറിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ ചുരുക്കം ചില കാര്യങ്ങൾ പറയുകയാണ്. കാരണം ഇതൊരു വലിയ പഠനത്തിന്റെ പ്രസക്തിയൊന്നും ഇവിടെ ഇല്ല. മാത്ര ടീച്ചറെ കുറിച്ച് ധാരാളം പഠനങ്ങൾ നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് വ്യത്യസ്തമായിട്ട് കുറച്ചൊക്കെ വ്യക്തിപരവും
കുറച്ചൊക്കെ ഇത്രയും വർഷത്തെ കവിതകളായിട്ടുള്ള ബന്ധവും കവികളുമായിട്ടുള്ള ബന്ധവും വെച്ചുകൊണ്ട് ഒരു അനുസ്മരണം എന്നുള്ള നിലയിൽ എൻ്റെ മനസ്സിലേക്ക് വരുന്ന കുറച്ച് കാര്യങ്ങൾ തീർത്തും അനൗപചാരികമായി മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. MA വിദ്യാർത്ഥികൾ വരെയുള്ള കോളേജ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ആമുഖം തന്നെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഒരു കവി എങ്ങനെയായിരിക്കണം, കവി എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നതിനൊക്കെ നല്ലത് ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം, അല്ലെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, പ്രത്യേകിച്ച് ഒരു കവിയായ മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതിൻ്റെ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല മാതൃകയായിരുന്നു സുഗതകുമാരി ടീച്ചർ. എനിക്ക് ടീച്ചറുടെ വ്യക്തിപരമായിട്ട് വലിയ അടുപ്പമൊന്നുമില്ല, പക്ഷെ വൈകാരികമായിട്ട് വലിയൊരു അടുപ്പമുണ്ട്. കാരണം ഞാൻ ഏതാണ്ട് 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ ഇപ്പൊ സാഹിത്യത്തിനോടും കവിതകളോടും ഒക്കെ താല്പര്യമുള്ള, അല്ലെ സാഹിത്യത്തോട് താല്പര്യമുള്ള ഏതൊരു വ്യക്തിയും ആദ്യം ചെയ്യുന്ന കവിത എഴുതുക എന്നുള്ളതാണ്. കവിതയാകുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അങ്ങനെ അന്ന് ഞാനും കവിതകൾ എഴുതിയിരുന്നു. അങ്ങനെ ഒരു 7-8 ഒരു കവിത, അത് പൂവെന്നോ ചെടിയെന്നൊക്കെ പറഞ്ഞുള്ള വലിയ അർത്ഥമൊന്നും ഉള്ളതല്ല, അന്നത്തെ ഒരു പ്രായത്തിൽ എഴുതിയ ഒരു കവിത. അപ്പൊ അന്ന് വളരെ പ്രസിദ്ധമായിരുന്നു. സുഗതകുമാരി ടീച്ചറിന്റെ പത്രാധിപത്യത്തിൽ ഇറങ്ങിയിരുന്ന, അന്ന് ടീച്ചറെ ജവഹർ ബാലഭവന്റെ ഒക്കെ ചുമതലയായിരുന്നു. ഇതിനെപ്പറ്റൊക്കെ ഞാൻ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ തളിര് എന്നൊരു ബാലമാസിക എന്നുണ്ടായിരുന്നു, ഇന്നത്തെ ബാലയുഗത്തിന്റെയും ബാലരമയുടെയും ഒക്കെ ഒരു സ്ഥാനത്ത്. അപ്പൊ ഞാൻ ഈ കവിത ഒരു വെള്ളക്കടലാസിൽ എഴുതി, പത്രാധിപർ തളിര് തിരുവനന്തപുരം എന്ന് എഴുതി. അന്ന് ഇതൊക്കെ വളരെ പോപ്പുലറായ മാസികയായിരുന്നതുകൊണ്ട് അതിൽ ഒന്ന് അച്ചടിച്ച് വരണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഒരു മാസം കണ്ട് കഴിഞ്ഞപ്പോഴേക്കും അത് അച്ചടിച്ച് വരികയും ചെയ്തു. പിന്നീട് അതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു വിലച്ച് തോന്നിയിട്ടുണ്ട്. അതിനോടൊപ്പം ഈ ടീച്ചറിന്റെ ഒരു എഴുത്തും, അത് സ്ഥിരം വായിക്കുന്നതാണ്, ചേച്ചി എന്നങ്ങാണ്ട് പറഞ്ഞുകൊണ്ടാണ് ആ എഴുത്ത് അയക്കുന്നത്. ആ എഴുത്തിനോടൊപ്പം കവിത കൊള്ളാം, കവിതയ്ക്കുള്ള പ്രതിഫലമായി 6 രൂപ. അന്ന് 6 രൂപയാണ്. പിന്നെ ഇന്നത്തെ ഒരു 10-50 രൂപയ്ക്കൊക്കെ ഉള്ള തുല്യമായിരിക്കും. മണി ഓർഡറായിട്ട്, അന്ന് മണി ഓർഡറാണ്, വീട്ടിൽ വരുന്നു. ആ ടീച്ചറിന്റെ എഴുത്ത് കുറച്ചാൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. പിന്നീട് വളരെ വലുതായതിനു ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഈ ചേച്ചിയുടെ സ്ഥാനം സുഗതകുമാരി ടീച്ചർ ആയിരുന്നു കൈകാര്യം ചെയ്തത്. അങ്ങനെ വളരെ വളരെ പ്രശസ്തയായ കവിയാണ്. പിന്നീട് ഞാൻ രണ്ടാമത് ടീച്ചറെ നേരിട്ട് കാണുന്നത് ഞാൻ MAക്ക് കാര്യവട്ടത്ത് പഠിക്കുമ്പോൾ ആകാശവാണിക്ക് വേണ്ടി ഒരു ഫീച്ചർ ചെയ്തിരുന്നു, രാവിന്റെ പാട്ടെന്ന്. അപ്പൊ സുഗതകുമാരിയുടെ രാത്രിമഴ നേരത്തെ വായിച്ച ഓർമ്മയിൽ അപ്പൊ ഞാൻ ഒരു ഫോൺ നമ്പർ സംഘടിപ്പിച്ചു. അന്ന് മൊബൈലൊന്നുമില്ല. ഞാൻ ടീച്ചറെ വിളിച്ചു പറഞ്ഞു, ടീച്ചറെ ഞാൻ ഇങ്ങനെ MAക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്, ഞാൻ ആകാശവാണിക്ക് വേണ്ടി ഫീച്ചർ ചെയ്യുന്നുണ്ട്, അപ്പൊ ഇതാണ് വിഷയം, ടീച്ചറിന്റെ ഒരു അഭിപ്രായം വേണം. അപ്പൊ എന്നെ യാതൊരു മുൻപരിചയമൊന്നുമില്ല. അന്നേരം ഞാൻ പറഞ്ഞു, ടീച്ചറെ ഞാൻ ഇങ്ങനെ പണ്ട് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു കവിത എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ ആണ് ഈ ടീച്ചറുമായിട്ടൊരു ഒരു മുഖവരി ഇടുന്നത്. അപ്പൊ ടീച്ചറിന് കാര്യം ചെയ്ത് രാജീവ് വീട്ടിൽ പോവാം. അപ്പൊ അന്ന് ടേപ്പ് റെക്കോർഡറാണ്, ഈ ചെറിയ പുസ്തകം പോലെ കിടത്തി വെക്കാൻ ടേപ്പ് റെക്കോർഡർ ആകാശവാണി തരും. അതിപ്പോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നിട്ട് സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ അവരാണ് ഇത് എഡിറ്റ് ചെയ്യുന്നത്. അങ്ങനെ വെള്ളക്കാട് ആ ഭാഗത്താണ് ടീച്ചർ വന്ന എൻ്റെ ഓർമ്മ. അങ്ങനെ ടീച്ചറിന്റെ വീട് അന്വേഷിച്ചു പോയി. രാത്രി 7-7:30 കാണും. അവിടെ ചെന്ന് ടീച്ചറെ പാട്ട്, ഇന്ന് എൻ്റെ കയ്യിലുണ്ട്, ആ പാടിയ പാട്ടും ടീച്ചർ പറഞ്ഞ അഭിപ്രായങ്ങളും അന്ന് അവിടുന്ന് കോപ്പി ചെയ്ത് ഇപ്പോഴും എൻ്റെ കയ്യിലിരിപ്പുണ്ട്. 10-40 കൊല്ലം മുമ്പ് ചെയ്തതാണ്. ഞാൻ ആലോചിച്ചത് ഏതൊരു അരമണിക്കൂറോളം, അന്ന് ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാൾ കാണുന്നതിന്റെ ബുദ്ധിമുട്ടാണ്. ടീച്ചറിനെ കാണാൻ ബുദ്ധിമുട്ടല്ല, എങ്കിലും ടീച്ചറിനെ പോലെ അതേ ഒരു ഉയരത്തിൽ നിൽക്കുന്ന ഒരു കവിയെ നമ്മൾ ഒരു ഫോൺ ചെയ്തൊരു വിദ്യാർത്ഥി പോയി കാണുക എന്ന് പറഞ്ഞാൽ, ടീച്ചറിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്നെ ഒരു വിദ്യാർത്ഥിയുള്ള നിലയിലില്ല, അതിനപ്പുറം ടീച്ചറിന് ഏറ്റവും സ്നേഹമുള്ള, ഏറ്റവും വാത്സല്യമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ടീച്ചർ എന്നെ സ്വീകരിച്ചതും ചായ തന്നു. ടീച്ചറിന് ഒരു കവിതയുടെ രാത്രി മുഴുവനാണെന്ന് തോന്നുന്നു, കവിതയുടെ 8-10 വരി ചൊല്ലി അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ് ഞാൻ റെക്കോർഡ് ചെയ്തു. ഈ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ ഞാനത് ആ ഒരു പ്രോഗ്രാം എപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊരു ചെറിയ സംഭവം ഞാനിപ്പോ നിങ്ങളോട് പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ടീച്ചറുമായിട്ട് എനിക്ക് അല്ലാതെ ആഴത്തിലുള്ള യാതൊരു ബന്ധങ്ങളും ഇല്ല. കവിത മൂലവും ടീച്ചറിന്റെ പ്രവൃത്തി മൂലവും ഉള്ള ഒരു സ്നേഹവും അത് വേറെ, അല്ലാതെ ബന്ധങ്ങളൊന്നുമില്ല. പക്ഷേ ഇപ്പോഴും ടീച്ചറിന്റെ കവിതയിലേക്കും ജീവിതത്തിലേക്കും പ്രവൃത്തിയിലേക്കും നോക്കുമ്പോൾ മലയാളത്തിൽ മറ്റൊരു കവിക്കും
ഞാൻ അതിശക്തിയോട്ട് പറയുന്നതല്ല. ഞാൻ ഇന്നലെ ഇരുന്ന് ഈ പ്രഭാഷണത്തെ ആലോചിച്ചു നോക്കി. ഈ ടീച്ചറിന്റെ ചെയ്തിട്ടുള്ള ഒരു ജീവിതം കൊണ്ട്, വളരെ സഫലമായ ഒരു ജീവിതം കൊണ്ട് ടീച്ചർ തന്നിട്ടുള്ള അത്രയും കാര്യങ്ങൾ ചെയ്യാൻ മലയാളത്തിൽ എത്ര കവികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്? കേരളത്തിൽ എത്ര ക്വാറികളുണ്ടെന്ന് ചോദിച്ചാൽ ടീച്ചർ പറയും. ഒരു പഞ്ചായത്തിൽ എത്ര പാറമടകളുണ്ടെന്ന് ചോദിച്ചാൽ പറയും. ആദിവാസി മേഖലകൾ എത്രയുണ്ട്? എത്രമാത്രം കാട് നശിച്ചു? എത്രമാത്രം ജലം വർഷങ്ങളിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു? എത്രമാത്രം പ്രകൃതിക്ക് ശോഷണം സംഭവിച്ചു? ആദിവാസികളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ആണവ നിലയം കൊണ്ട് എന്താണ് തകരാറ്? സൈൻ വാലി നഷ്ടപ്പെട്ടാൽ എന്താണ് കുഴപ്പം? ഇങ്ങനെ ഇത്രയും സമൂഹവുമായിട്ടും മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് അവന്റെ നിതാന്തമായ പ്രശ്നങ്ങളെ കുറിച്ച് സദാ ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. പല കവികളുമുണ്ട്, നമുക്കറിയാം. സമൂഹത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ സമൂഹത്തിന് വേണ്ടി സംസാരിക്കുകയും നൈതികമായ ഒരു ഉൾക്കാഴ്ചയോട് എല്ലാത്തിനും സമീപിക്കുകയും ഒന്നാന്തരം നാടിനെ മാറ്റിമറിക്കത്തക്ക രീതിയിൽ വിപ്ലവഗാനങ്ങൾ എഴുതുകയും ചെയ്യുന്നവരുണ്ട്. ശരിയാണ്. പക്ഷെ അതോടൊപ്പമോ അതിനേക്കാളോ മനുഷ്യരുടെ വേദനകൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുഗതകുമാരി തന്നെ ഈ മനുഷ്യനെ കുറിച്ച് പറഞ്ഞ് വളരെ പ്രശസ്തമായിട്ടുണ്ട്, എല്ലാവർക്കും അറിയാവുന്നത്. പുതുമഴ കാണുക ഒരാഴ്ച മറക്കും, താരകയെ കാണുമ്പോഴത് രാവു മറക്കും, പാവം മാനവ ഹൃദയം. കൃത്യം മനുഷ്യൻ അങ്ങനെ തന്നെയാണ്. നമ്മൾ തന്നെ മഴ ഒരുപാട് പെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ പറയും നശിച്ച മഴ. ഭയങ്കര വെയിൽ വരുമ്പോൾ നമ്മൾ പറയും മഴ വന്നിരുന്നെങ്കിൽ. അതുകൊണ്ട് തന്നെയാണ് ഇനി മനസ്സിൽ കേരളത്തിലെ പ്രത്യേകിച്ച് രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ കണ്ടും മനം മടുത്ത്, മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്നത് കണ്ടും മടുത്ത് സുഗതകുമാരി ഒരിക്കൽ എഴുതി, ഇനി ഈ മനസ്സിൽ കവിതയില്ല. അപ്പൊ സത്യാനന്ദന് ഒരു ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, ഇനി ഈ മനസ്സിൽ കവിതയില്ല എന്ന് എഴുതിയ സുഗതകുമാരി തന്നെ പിന്നെ അദ്ദേഹം ആ സുഗതകുമാരി തന്നെ വേറൊരിടത്ത് വീണ്ടും കവിതയിലേക്ക് വന്നത് തന്നെ ചിറകുടിഞ്ഞ കാട്ടുപക്ഷി ഒരു പാട്ട് പാടാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ എഴുതാതിരിക്കാൻ പറ്റുന്നില്ല. ചുറ്റും ദുരന്തങ്ങളും സങ്കടങ്ങളും എല്ലാം. അത് ചുള്ളിക്കാട് അടുത്ത് പറഞ്ഞു, സ്ത്രീ ശാപം കൊണ്ടും ബാലശാപം കൊണ്ടും പ്രകൃതി ശാപം കൊണ്ടും ദുസ്സഹമായ ഒരു കാലഘട്ടത്തെ ദുഃഖത്തിന്റെയും രോഷത്തിന്റെയും നീതിബോധത്തിന്റെയും അഗ്നിബാധ കൊണ്ടാണ് സുഗതകുമാരി പ്രതിരോധിച്ചത്. ചെറിയ മലയാളത്തിലെ ആധുനികകളിലെ ഏറ്റവും മികച്ചതെന്ന് ഞാൻ കരുതുന്ന ചുള്ളിക്കാടിന്റെ കവിക്ക് മാത്രമേ കൃത്യമായ ഒരു നിരീക്ഷണം നടത്താൻ പറ്റൂ. സ്ത്രീ ശാപം, ബാലശാപം, പ്രകൃതി ശാപം, അതുകൊണ്ട് വലയുന്ന തകരുന്ന ഒരു കാലഘട്ടത്തെ ദുഃഖത്തിന്റെയും രോഷത്തിന്റെയും നീതിബോധത്തിന്റെയും അഗ്നിബാധ കൊണ്ട് പ്രതിരോധിക്കുന്ന കവിയാണ് സുഗതകുമാരി. നമ്മൾ വിചാരിക്കുക ഒരു കാൽപ്പനിക കവി. ONV, വിഷ്ണുനാരായണൻ നമ്പൂതിരി, സുഗതകുമാരി ഇവരൊക്കെ ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ എഴുതിയതാണ്. മലയാള കാൽപ്പനിക കവികളുടെ ചങ്ങമ്പുഴ, ഇടപ്പള്ളി തുടങ്ങിയ സൃഷ്ടിച്ച ഒരു തരംഗത്തിന് പിന്നാലെ ആ കാൽപ്പനികതയ്ക്ക് ഒരു ചിട്ടപ്പെടുത്തൽ, സമൂഹനിഷ്ഠമായ ഒരു മാനം കണ്ടുകൊണ്ട് അതിനൊരു ചിട്ടപ്പെടുത്തൽ ഉണ്ടാക്കിയ കവികളാണ് ഇവരൊക്കെ. ആ ചിട്ടപ്പെടുത്തലിനിടയിലും സുഗതകുമാരി ഏറ്റവും കാൽപ്പനികമായ ഭാഗങ്ങളിലാണ് 60-70 വരെയും അതിനുശേഷം കവിതകൾ ഏതാണ്ടൊക്കെ തന്നെ. പക്ഷെ ആ കാൽപ്പനികമായ ഒരു ഭാവം സൂക്ഷിക്കുന്നതോടൊപ്പം താൻ ജീവിക്കുന്ന സമൂഹത്തിൽ, തൻ്റെ ചുറ്റുപാടുള്ള സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഏറ്റെടുക്കാനും ആ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള ഒരു മാധ്യമം കൂടിയായിട്ട് കവിതയെ മാറ്റിയ ആളാണ് സുഗതകുമാരി. കവിതകളെ പിന്നെ മനോഹരം എന്ന് പറഞ്ഞതിനേക്കാൾ നല്ലത് പ്രസക്തമായ ലേഖനങ്ങൾ സുഗതകുമാരി എഴുതിയിട്ടുണ്ട്. ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ വന്ന ഒരു പുസ്തകമാണ് കാവ് തീണ്ടല്ലേ. അതായത് 40 കൊല്ലം മുമ്പ് സുഗതകുമാരി എഴുതിയ ഒരു ലേഖനമുണ്ട്. നാട്ടുരാശാക്കന്മാരി ആദിവാസിക്ക് പശിക്കുന്നു. അതിനകത്തൊരു 10-12 ലേഖനങ്ങളുണ്ടെന്ന് എൻ്റെ ഓർമ്മ. പുസ്തകം ഉണ്ടായിരുന്നു, ഇപ്പൊ നഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ആലോചിച്ചു, അന്ന് സുഗതകുമാരി ആ ലേഖനത്തിലൂടെ ഉന്നയിച്ച പ്രശ്നങ്ങൾ അതിനേക്കാൾ അല്പം കൂടെ മോശപ്പെട്ട അവസ്ഥയിൽ ഇന്നും ആദിവാസികൾ നേരിടുന്നു. ആദിവാസി ഗ്രാമങ്ങളിൽ അവർ നേരിട്ടു പോകുന്നു. അവിടുത്തെ അമ്മമാരെയും കുഞ്ഞുങ്ങളെയും കെട്ടിപ്പിടിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പൊ നമ്മൾ ചിലർ പറയാം, സഹോദരൻ വിമർശിക്കുന്നത്, ഒന്ന് കെട്ടിപ്പിടിക്കുന്നതിൽ എന്താ കാര്യം?
പക്ഷേ ഒന്ന് കെട്ടിപ്പിടിക്കാതെ എയർ കണ്ടീഷൻ റൂമുകളിലും ഏറ്റവും സേഫ് സുരക്ഷിതമായ മേഖലകളിൽ ഇരുന്ന് കവിതയും സാഹിത്യവും എഴുതുക. അവരായാലും സമൂഹത്തിന് വേണ്ടി എഴുതുമ്പോൾ മോശം നമുക്ക് പറയാൻ പറ്റില്ല. അതിനേക്കാൾ എത്രയോ ഉയരത്തിലാണ്. അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നു, അവരോടൊപ്പം നിൽക്കുന്നു, അവരോടൊപ്പം സഞ്ചരിക്കുന്നു. സൂതമരിയോടത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കാലത്തിനൊപ്പം സഞ്ചരിക്കുകയാണ്. കാരണം 60, 68, 69 കാലഘട്ടം വരെയും സൂതമാരി ഇത്രയും സജീവമായിരുന്നില്ല. അതിനുശേഷം 10, 16, ഏതാണ്ട് 90-കൾ വരെ അവർ ഏറ്റവും സജീവമായിട്ട് എല്ലാ മേഖലയും ആണവനിലയത്തിനെതിരെ, ഏറ്റവും അടുത്ത കാലത്ത് ആറന്മുള വിമാനത്താവളത്തിനെതിരെ ഉള്ള സമരത്തിലുണ്ടായിരുന്നു. സൈലന്റ് വാലി എന്നൊരു ഉദ്യാനം, ഒരു പ്രകൃതി നൽകിയ ഒരു വരദാനം, അതിപ്പോഴും സംരക്ഷിക്കപ്പെടുന്നതും ഇപ്പോഴും നിലനിൽക്കുന്നതും സൂതകുമാരി എന്നുള്ള ഒരൊറ്റ വ്യക്തി ഉള്ളത് കൊണ്ടാണ്. MK പ്രസാദിനെ പോലുള്ള പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നുണ്ട്, സമരം ഞങ്ങൾ വല്ലതും ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ പൊതുജനങ്ങൾ ഏറ്റെടുത്തതും പൊതുജനങ്ങളുടെ മനസ്സ് ഏറ്റെടുത്തതും ഈ സമരം സത്യസന്ധവും നീതിയുക്തവും പ്രസക്തവുമാണെന്ന് ആൾക്കാർക്ക് തോന്നിയത് സൂതകുമാരി ടീച്ചർ അതിന്റെ നേതൃത്വത്തിലേക്ക് വന്നപ്പോഴാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു കവിയെ ജനങ്ങൾ വിശ്വസിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. അപ്പൊ ഒരു സമൂഹത്തിന്റെ മാറ്റത്തിൽ പ്രവർത്തനത്തിൽ മുന്നിൽ ഒരു കവി വരുമ്പോൾ ഈ പ്രവർത്തനം ജനങ്ങൾ അത് ശരിയോ തെറ്റെന്നുള്ളത് പോലും നോക്കാതെ ജനങ്ങൾ ഉൾക്കൊള്ളും. അങ്ങനെയാണ് ഇത് വിജയിച്ചത്. ഇതിനേക്കാൾ ഉപരിയായിട്ട് സൂതകുമാരിയുടെ പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്, കൃഷ്ണ നീ എന്നെ അറിയില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സൂതകുമാരിയുടെ ജീവിത ദർശനത്തെ പ്രതീകവൽക്കരിക്കുന്ന ഒരു കവിതയാണ്. കാരണം എല്ലാം ചെയ്യുന്നു, എല്ലാം പ്രവർത്തിക്കുന്നു, എല്ലാം ഏറ്റെടുക്കുന്നു, ത്യാഗത്തോടെ, നിസ്വാർത്ഥതയോടെ, ഒന്നും പ്രതീക്ഷിക്കാതെ താൻ ചെയ്യേണ്ട എല്ലാ കർമ്മങ്ങളും തനിക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്. ആ കുടിലിരിക്കുന്ന ഗോപിക ഭക്ഷണം പാചകം ചെയ്യുന്നതും ജോലികൾ ചെയ്യുന്നതും തനിക്ക് വേണ്ടിയല്ല, തന്നോടൊപ്പം ജീവിക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയാണ്. എന്നാൽ ഇത് ആരും അറിയണമെന്ന് അവർക്ക് നിർബന്ധവുമില്ല. ഇത് കവിയുടെ തന്നെ ഒരു പ്രധാന പ്രത്യേകതയാണ്. നമ്മുടെ കാലം വാട്സാപ്പിന്റെ ഫേസ്ബുക്കുകളുടെയാണ്. ഒരു സഹായം ചെയ്താൽ വിവിധ കോഴ്സിലുള്ള ഫോട്ടോ എടുത്തിട്ട് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇട്ട് നമ്മൾ തന്നെ, ഞാൻ എന്നെ മാറ്റി നിർത്തുന്നില്ല. ഇപ്പൊ ഞാനൊരു പ്രഭാഷണം നടത്തുകയോ ഒരു FM പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ ഞാനും അത് ഇതൊക്കെ ഇമാതിരിയൊക്കെ ചെയ്യും. പക്ഷെ സുകുമാരി ജീവിച്ച കാലഘട്ടവും അങ്ങനെയായിരുന്നില്ല. അത് മാത്രമല്ല, താൻ ചെയ്ത പ്രവൃത്തികൾ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കണം എന്നൊരു ഉദ്ദേശവും ടീച്ചറിന് ഇല്ലായിരുന്നുള്ള വസ്തുതയാണ്. നമ്മൾ എത്ര പേർക്കറിയാം, അവർ തുടങ്ങിയ അഭയ, അതുപോലെ 2 3 സമൂഹ സംരംഭങ്ങളുണ്ട്. പിന്നെ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിരുന്നു. പ്രകൃതി സംരക്ഷണ സമിതിയുടെ സ്ഥാപിച്ചത് തന്നെ സൂതകുമാരിയുടെ നേതൃത്വത്തിൽ കൂടിയാണ്. ഈ അഭയവും അതുപോലെ തന്നെ 2, 3 ഈ അശരണരെ പാർപ്പിക്കാനുള്ള ഇടങ്ങൾ തന്നെ അവർ തുടങ്ങിയതിന്റെ കാരണം, ഒരിക്കൽ മാനസികരോഗാശുപത്രി ചെന്നപ്പോഴേക്കും അവിടുത്തെ നില കണ്ട് വളരെ സങ്കടം വന്ന് കോടതി കേസ് കൊടുത്ത്, കോടതി ഇടപെട്ട്, അങ്ങനെ സർക്കാർ ഇടപെട്ട്, അങ്ങനെയാണ് നമ്മുടെ മാനസികരാശുപത്രികളിലേക്ക് ഇരുട്ടുമാറി വെളിച്ചം തന്നെ വന്നത്. അതിനുശേഷമാണ് സൂതകുമാരി അഭയ തുടങ്ങുന്നത്. ഇപ്പൊ കണ്ണൂരിൽ തന്നെ അവിടുത്തെ കൊലപാതക രാഷ്ട്രീയങ്ങളിടയിൽ പെട്ടുപോയ ആൾക്കാരെ കുറിച്ച് അതിനെവിടെ ചെന്ന് പ്രവർത്തിക്കുകയും അവരോടൊപ്പം ആശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ മാതൃഭൂമിയിൽ ഒരു ഫോട്ടോ ഞാൻ കണ്ടു. അതിനു മുമ്പേ കണ്ടിട്ടുള്ള ഫോട്ടോയാണ്. ബോംബ് പൊട്ടിയും കൈ നഷ്ടപ്പെട്ടു പോയ ഒരു പെഞ്ച്, ആ പെഞ്ച് കുഞ്ഞെന്ന് പറയുന്ന കക്ഷി ഇന്ന് വളരെ മുതിർന്ന ഒരു മനുഷ്യനായിട്ട് മാറി. അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മക്കുറിപ്പ് ഇവിടെ ഞാൻ വായിച്ചു, എൻ്റെ അമ്മയാണ് എന്നുള്ള അർത്ഥത്തിൽ തന്നെ. അപ്പൊ ആ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ആ ബാലനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കത്തക്ക അങ്ങനൊരു അമ്മ മനസ്സ്. യഥാർത്ഥത്തില് അവർക്ക് തിരുവനന്തപുരത്തെ അല്ല അവരുടെ വസതിയിരുന്ന് ഈ കവിതകളൊക്കെ തന്നെ എഴുതി സമൂഹത്തിന് പരിഷ്കരണം എഴുതിക്കൊണ്ടിരിക്കാം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മലയാളത്തിൽ ഒരു പക്ഷേ സൂതകുമാരിയുടെ കവിതകളെക്കാളും വലുതായി പോയൊരു ലോകമായിരുന്നു സൂതകുമാരി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന, സമൂഹമായിട്ട് ബന്ധപ്പെട്ട ഒരു ലോകം. അതുകൊണ്ട് ഒരു കവി എന്നുള്ള നിലയിൽ മാത്രമല്ല, സൂതകുമാരിയെ കുറിച്ച് പറയുമ്പോൾ ഞാനത് ചിന്തിക്കാറുണ്ട്. 3 സാമ്രാജ്യങ്ങൾ അവർക്കുണ്ടായിരുന്നു, അല്ലെ 3 കൺസേൺ, 3 താല്പര്യങ്ങൾ, 3 ശ്രദ്ധ അവർക്കുണ്ടായിരുന്നു: കവിത, പ്രകൃതി, സമൂഹം.
ഇത് മൂന്നും വ്യത്യസ്തമായിട്ട് കാണാൻ അവർ ഇഷ്ടപ്പെടുന്നതേ ഇല്ല. പ്രകൃതി തന്നെയാണ് മനുഷ്യൻ, മനുഷ്യൻ തന്നെയാണ് പ്രകൃതി, അത് തന്നെയാണ് സമൂഹം. ഈ ഭൂമിയിൽ എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാം മനുഷ്യൻ തന്നെയാണ്, എല്ലാം ഈ സമൂഹം തന്നെയാണ്. പൂവും പുഴയും മണ്ണും വിണ്ണും എല്ലാം മനുഷ്യന് വേണ്ടിയുള്ളതാണെന്ന് വിശ്വസിച്ച ഒരു എഴുത്തുകാരിയാണ് സഹോദരന്മാർ. എല്ലാം മനുഷ്യന് വേണ്ടിയാണ്, എല്ലാം മനുഷ്യൻ മാത്രമാണ്, അല്ലെങ്കിൽ മനുഷ്യൻ മാത്രമേ അവകാശമുള്ളൂ എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷേ അതിന്റെ ഒരു ഭാഗം മാത്രമാണ് മനുഷ്യൻ. പക്ഷെ എവിടെ ചിന്തിക്കുമ്പോഴും വേദനിക്കുന്ന മനുഷ്യരെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്ന ഒരു എഴുത്തുകാരിയായിരുന്നു. സുകുമാരയുടെ ഏറ്റവും ഒരുപാട് നല്ല കവിതകൾ ഉണ്ടെങ്കിൽ തന്നെയും ഞാനത് ഏറ്റവും ഒരു സവിശേഷതയോടെ മാറി നിൽക്കുന്ന 2 കവിതകളായിട്ട് കണ്ടിട്ടുള്ളത് കൃഷ്ണ നീ എന്നെ അറിയില്ല, രാത്രിമഴ എന്നീ 2 കവിതകൾ. ഇത് രണ്ടും സുഗതകുമാരിയുടെ തന്നെ ജീവിതത്തിന്റെയോ മനസ്സിന്റെയോ തുടർച്ചകളായിട്ട് തന്നെ നമുക്ക് കണ്ടെത്താം. അവരെങ്ങനെയാണ് ഈ സമൂഹത്തിൽ ഇടപെട്ടിരുന്നത്, എങ്ങനെയായിരുന്നു മനസ്സ്. സുഗതകുമാരി ടീച്ചർ പറയാനുണ്ട്, ചെറുപ്പകാലത്ത് അവരുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഗാന്ധിസവും കമ്മ്യൂണിസവും മാർക്സിസവും നിരീശ്വരവാദവും ആധ്യാത്മികവാദവും എല്ലാം ചർച്ചയായിരുന്നു. ബോധേശ്വരനെ പോലെ ഉപാധികളില്ലാതെ സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെ സമൂഹത്തിന് വേണ്ടി ജീവിച്ച മനുഷ്യൻ, മക്കൾക്ക് അക്ഷരങ്ങളല്ലാതെ മറ്റൊന്നും നൽകിയിട്ടില്ലാത്ത ഒരു മനുഷ്യൻ. അപ്പൊ ആ ഒരു സംസ്കാരത്തിന്റെ അദ്ദേഹം നൽകിയ ഒരു ജീവിത ദർശനത്തിന്റെ ഒരു സ്വാധീനം ഈ സുഗതകുമാരിയിൽ വളരെ വ്യക്തമായിട്ട് കാണാം. അതെനിക്ക് തോന്നുന്നു ബോധേശ്വരന്റെ മക്കളിൽ ഏറ്റവും സഫലമായിട്ട് അത് പിന്തുടർന്നത് സുഗതകുമാരി ടീച്ചർ തന്നെയാണ്. ഈ 86-ാമത്തെ വയസ്സിലാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ ഭൂമി വിട്ടുപോകുമ്പോൾ തന്നെ അതിന് തൊട്ട് മുമ്പത്തെ ആഴ്ച പോലും അവർ പ്രവർത്തന നിരതയായിരുന്നു. സമൂഹത്തിലെ പല കാര്യങ്ങളിലും അവർ വളരെയധികം വ്യാകുലപ്പെട്ടിരുന്നു, വിഷമിച്ചിരുന്നു എന്ന് എന്നോടടുത്ത കവിയുടെ അടുത്ത വൃത്തങ്ങളിൽ പറ്റും പറയുന്നു. ഇപ്പൊ കവി എന്നുള്ള നിലയിൽ നമുക്ക് സുഗതകുമാരി ടീച്ചറിന്റെ ഒരു വിലയിരുത്തലിന്റെ ഒരു പ്രസക്തി ഇല്ല. കാരണം മലയാളികൾക്ക് ഏതാണ്ട് എല്ലാവർക്കും അറിയാം, പഠിക്കുന്നവർക്കറിയാം. എങ്കിലും നമുക്ക് മനസ്സിലാക്കേണ്ട, സുഗതനോടൊപ്പം കവിത എഴുതുന്ന ONV കുറിപ്പിൽ നിന്നോ അല്ലെങ്കിൽ വിഷ്ണുനാരായണൻ നമ്പൂരിൽ നിന്നോ വ്യത്യാസമുണ്ടിരിക്കുന്ന ഒരു ഭാഗം ഞാൻ കണ്ടിട്ടുള്ളത്, സുകുമാരി തന്നെ ആദ്യകാലത്ത് പുസ്തകത്തിൽ എഴുതിയതുപോലെ ഈ കവിത വളരെ സ്വാഭാവികമായ ഒരു പ്രക്രിയ, പൂമുട്ടിന് വിരിയാതിരിക്കാൻ കഴിയില്ല. ഞാനത് പലപ്പോഴും കവിതയെക്കുറിച്ച് ഓർമ്മ ക്ലാസ്സിൽ പറയാറുണ്ട്. പൂ വിരിയുന്നത് പോലെ സുഗതകുമാരി പറഞ്ഞത് ലോകത്തിൽ ഏത് മികച്ച കവിതയ്ക്കും ചേരുന്നതാണ്. കാരണം അത് കൃത്യസമയത്ത് വിരിഞ്ഞേ പറ്റൂ, കൃത്യസമയത്ത് വിരിയാതിരിക്കാനും പറ്റില്ല, അത്രമേൽ സ്വാഭാവികമാണ്. ഇത് സുഗതകുമാരിയുടെയാണ്. ഗജേന്ദ്രമോക്ഷം പോലെ തന്നെ ആദ്യകാല കവിതകൾ മുതൽ ഏറ്റവും പുതിയ കാല കവിതകൾ വരെയും കൃത്യമായിട്ട് ഈ കവിതയുടെ ഒരു ഭാവാത്മകമായ ധർമ്മം, ധ്വന്യാത്മകമായ ഒരു ധർമ്മം വളരെ കുറച്ചു പറഞ്ഞുകൊണ്ട് വളരെ കൂടുതൽ വ്യഞ്ചിപ്പിക്കുന്ന ഒരു ധർമ്മം. ഈ പാവമാന ഹൃദയത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞ വരികൾ തന്നെ അത് വളരെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഒരു താരകയെ കാണുമ്പോഴത് രാവു മറക്കും, പുതുമഴ കാണുക വരൾച്ച മറക്കും, പാവം മാനവ ഹൃദയം. എനിക്കൊന്ന് ഇത്ര സുഘടിതമായിട്ട്, ഇത്ര കൃത്യമായിട്ട്, ഒരു പദം പോലും അധികമില്ലാതെ, ഒരു പദം പോലും കുറവില്ലാതെ, ഒരു പക്ഷേ ഒരു പിശുക്ക് കാണിച്ചിരുന്ന ഒരു കവി എനിക്ക് വൈലോപ്പള്ളി മാത്രമേ ഉള്ളൂ. പക്ഷെ അവൾക്ക് ഇത്രയും ഒരു കാൽപ്പനികമായ ഒരു താരുണ്യമൊന്നും കവിതയിൽ കാണില്ല. പക്ഷെ ഇത്രയും ദൃഢമാണ് സുഗതകുമാരി. അതോടൊപ്പം തന്നെ ആ പദങ്ങളുടെ സ്വീകരണത്തിലും അതേ ശ്രദ്ധയും എന്നാൽ അതേ ഒതുക്കവും അതേ ഒരു സംക്ഷിപ്തതയും പുലർത്തുന്നുണ്ട്. അത് കവിതയെ വളരെ, ഗജേന്ദ്രമോക്ഷത്തിലും അതുപോലെ തന്നെയാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കവിത എഴുതുമ്പോഴേ എന്ത് എഴുതുമ്പോൾ സുഗതയുടെ ആത്യന്തിക ലക്ഷ്യം മനുഷ്യർ, അവർ തമ്മിലുള്ള സ്നേഹം, മനുഷ്യ സമൂഹത്തിന്റെ നന്മ, മനുഷ്യൻ നിലനിർത്തുന്ന പ്രകൃതിയുടെ നിലനിൽപ്പ്, പ്രകൃതിയുടെ നാശത്തിലുണ്ടാകുന്ന സങ്കടം, അതോടൊപ്പം അത് ഈ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതം. ഇത് വളരെ കൃത്യമായിട്ട് സുഗതകുമാരിയുടെ ഏത് കവിത എഴുതുമ്പോഴും ഈ ഒരു ധർമ്മം അവർ പുലർത്തി. അപ്പം സുഗതകുമാരിനെ പറഞ്ഞിട്ടുണ്ട് ഒരിടത്തും, എനിക്ക് കായവഴിയെന്നോ പെരുവഴിയെന്നോ അങ്ങനൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല, എനിക്കൊരു വഴിയേ ഉള്ളൂ, അത് മനുഷ്യന്റെ വഴി തന്നെയാണ്. അപ്പം ഇത്രമാത്രം ഒരു മനുഷ്യ മഹത്വം, ഒരു ഹ്യൂമനിസ്റ്റ് മനുഷ്യ മഹത്വവാദം
ദീക്ഷിച്ചിരുന്ന കവി ഈ കാൽപ്പനികളുടെ കൂട്ടത്തിൽ. ഓയനക്കുറുപ്പിനെ ഞാൻ മോശക്കാരനാക്കി പറയുന്നുമല്ല, പക്ഷെ ഓയനക്കുറുപ്പ് സാറിന്റെ കവിതകൾ നല്ലതാണ്. ഈ സ്വതന്ത്രമായി നമുക്ക് താരതമ്യപ്പെടുത്താനൊന്നും പറ്റില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ സുധാ ടീച്ചറിന്റെ കാവ്യലോകവും ഭൗതിക ജീവിതവും രണ്ടല്ല. അതേപോലെ രണ്ടല്ലാതെ ജീവിച്ച കവികൾ മലയാളത്തിൽ അത്ര അധികം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനിടെ കൂട്ടത്തിൽ കടമ്മനിട്ട രാമകൃഷ്ണനോ അതുപോലും ഇത്രയും ഈ സുകുമാരി ടീച്ചറിന്റെ ആ ഒരു തരത്തിൽ, കാരണം ടീച്ചറിന് കവിത കുറെ നാൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അവിടെയും ടീച്ചറിന്റെ മനസ്സിൽ മനുഷ്യന്റെ കണ്ണീരൊപ്പാനുള്ള ഒരു മനോഭാവം, ഒരു മനസ്സ്, അതാണ് നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ടീച്ചറിന്റെ യഥാർത്ഥത്തിൽ ടീച്ചറിന്റെ വിയോഗം, ഈ പല വിയോഗങ്ങളും നഷ്ടമാണെന്ന് നമ്മൾ ആലങ്കാരികമായിട്ട് പറയുന്നെങ്കിലും ടീച്ചറ് അടുത്ത കാലത്ത് കുറച്ച് രോഗാതുരമായ അവസ്ഥയിലായിരുന്നു. ആ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ പോലും ടീച്ചർ പല വീട്ടിൽ ചെന്ന് പല പുസ്തക പ്രകാശനങ്ങളും പലതിനും പങ്കെടുക്കാൻ തയ്യാറാകുന്നുണ്ട്. കാരണം ടീച്ചർ പറയുന്നത് ഏറ്റവും അവസാനത്തെ അമുഖത്തിൽ പോലും ടീച്ചർക്ക് ഇനിയും പല കാര്യങ്ങൾ പറയാനുണ്ട്, ക്ഷീണം കൊണ്ട് പറയാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ ആ ടീച്ചറിന്റെ സ്ഥാനത്ത് വേറൊരാളായിരുന്നെങ്കിൽ അത്രയും ഒരു അമുഖത്തിന് ചിലപ്പോൾ ഒരു അവസരം പോലും കൊടുക്കില്ല. കാരണം സ്വന്തം ശാരീരികമായ രക്ഷയെ കരുതി ചിലപ്പോൾ ഒഴിവായെന്ന് വരും. അപ്പൊ അത്രമാത്രം ആ സമയത്തും താൻ ജീവിക്കുന്ന സമൂഹത്തിൽ തന്റെ ഇടപെടലുകൾ അത്യാവശ്യമാണെന്നൊരു തിരിച്ചറിവ്. ഈ സമൂഹം എന്റേത് മാത്രമല്ല, അതൊക്കെ ഈ പ്രകൃതിയോടുള്ള ഭൂമി എന്റേത് മാത്രമല്ല, ഒരുപാട് ജീവജാലങ്ങളുടെയും കൂടെ അവകാശമുള്ളതാണ് ബഷീർ പറയുന്നത് പോലെ. അങ്ങനെ വിശ്വസിച്ചിരുന്ന ശിവകുമാരിയുടെ നഷ്ടം യഥാർത്ഥത്തിൽ മലയാളികളെ ഏറ്റവും സങ്കടപ്പെടുത്തേണ്ടതാണ്. പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, സുകുമാരി സൃഷ്ടിച്ച ഒരു കർമ്മപഥമുണ്ട്, നമുക്ക് കാണിച്ചു തന്ന ഒരു വഴിയുണ്ട്, ഒരു മാർഗമുണ്ട്. അത് ജീവിക്കുന്നതിനാണെങ്കിലും കവിത എഴുതുന്നതിനാണെങ്കിലും സാമൂഹ്യ പ്രവർത്തനത്തിനാണെങ്കിലും എല്ലാത്തിനും. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വിധേയമായിരുന്നില്ല. അത് രാഷ്ട്രീയം ഒരിക്കൽ സുധാകരനോട് ചോദിച്ചാരോ, കവിക്ക് രാഷ്ട്രീയമുണ്ടോന്ന്, ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയോട്. അപ്പം സുധാ ടീച്ചർ പറഞ്ഞത്, എനിക്ക് രാഷ്ട്രീയമുണ്ട്, എനിക്ക് രാഷ്ട്രീയ പക്ഷമുണ്ട്, പക്ഷെ ഞാൻ കൈകാര്യം ചെയ്തത് മനുഷ്യപക്ഷ രാഷ്ട്രീയമായിരുന്നു. ഭൂമിയോടുള്ള പ്രാർത്ഥനയാണ് എന്റെ രാഷ്ട്രീയം. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ കക്ഷികൾ വിശ്വസിക്കണം നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സുഗതകുമാരിക്ക് പല കാലത്തും പല രാഷ്ട്രീയ കക്ഷികളെ ശത്രുക്കളായിരുന്നു. ഇവർ തന്നെ ചില കാലഘട്ടങ്ങൾ മുമ്പ് സുഗതകുമാരിയോട് താല്പര്യം കാണിക്കുകയും ചെയ്യും. അതിനർത്ഥം സുഗതകുമാരി ടീച്ചർ പറയുന്ന പോലെ തീർത്തും മനുഷ്യപക്ഷ രാഷ്ട്രീയത്തിന് ഉടമയായിരുന്നു. അപ്പൊ സുഗതകുമാരിയുടെ സഫല ജീവിതം സൃഷ്ടിച്ച ഒരു കർമ്മപഥമുണ്ട്. ഇപ്പൊ നമ്മളെപ്പോലുള്ള ആൾക്കാർ സുഗതകുമാരി അനുസ്മരിക്കുമ്പോൾ അത് കേവലം ഒരു ചടങ്ങാക്കാതെ ആ സുഗതകുമാരി എന്താണ്, ടീച്ചർ നിലനിൽക്കുന്ന സമൂഹത്തോട് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് ചെയ്തത്. നമ്മുടെ നാട്ടിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുമ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും മനുഷ്യപക്ഷത്തിലുള്ള തന്റെ അഭിപ്രായം പറയാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു കാര്യമല്ല. ഏത് രാഷ്ട്രീയ പാർട്ടി കൂറ് പ്രവർത്തിക്കുന്ന അതിനനുസരിച്ച് നമുക്ക് എന്തോ പറയാനുള്ള ധൈര്യത്തിൽ വലിയ ധൈര്യം ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് ആദിവാസിക്ക് വേണ്ടിയും മാനസികർക്ക് വേണ്ടിയും ഇവിടെ കഷ്ടപ്പെടുന്നതിന് വേണ്ടിയും വനം നശിപ്പിക്കപ്പെടുമ്പോൾ നശിപ്പിക്കപ്പെടുന്ന ആവാസ വ്യവസ്ഥയെക്കുറിച്ചും അല്ലെങ്കിൽ വനത്തിലെ ജീവജാലങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്ന ഒരു കവി അല്ലെ ഒരു മനുഷ്യൻ, അതാവുക എന്ന് പറഞ്ഞ കൊച്ചു കാര്യമല്ല. സുകുമാരി പണ്ട് വനനശീകരണത്തിന്റെ ആ മൂർധന്യാവസ്ഥയിൽ അട്ടപ്പാടിയിലാണ്, എല്ലാം എന്റെ ഓർമ്മകളിൽ നിന്ന് പറയുന്നതാണ്, സ്ഥലമൊക്കെ തെറ്റിപ്പോയാൽ നിങ്ങൾ ക്ഷമിക്കുക. അവിടെ കുറെ ചെടികള് മരങ്ങളെല്ലാം കൊണ്ടുവന്നു. ആൾക്കാരൊക്കെ കളിയാക്കി. ഏറ്റവും കൂടുതൽ കളിയാക്കൽ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു കവിയാണ് സുഗതകുമാരി. എല്ലാ കളിയാക്കലും കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴ് ഏതോ ഒരു മാസികയിൽ അതിന് കൃഷ്ണവനം എന്നാ പേരിട്ടിരിക്കുന്നത്, ഒരു വലിയ വനമായിട്ട് മാറിയിരിക്കുന്നു. ആ വനത്തിന് നടുവിൽ ടീച്ചർ ഇരുന്നുകൊണ്ട് ഫോട്ടോ ഞാൻ കണ്ടു. ഈ ആൾക്കാർ കളിയാക്കുമ്പോഴും ചീത്ത വിളിക്കുമ്പോഴും സിനിമകളിലൊക്കെ പരിഹാസ രൂപേണ സുഗതകുമാരിക്ക് സമാനമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ശരിയെന്ന് താൻ വിശ്വസിക്കുന്ന ഒന്നിനു വേണ്ടി നിലകൊണ്ട കവിയാണ്. കുറെ കാലഘട്ടത്തോളം കവിത എഴുതണ്ട, മനഃപൂർവ്വമല്ല, എഴുതണ്ടെന്ന് തന്നെ തീരുമാനിച്ചു.
കവിതയിലെ കാൽപ്പനിക സൗന്ദര്യങ്ങളെ അങ്ങ് മാറ്റി നിർത്തി. ഇവിടെ നിരതയോടൊരിക്കൽ അവിടുത്തെ ഒരു പത്രലേഖൻ ചോദിച്ചു, പിന്നെ നിങ്ങളുടെ നാട്ടിൽ വളരെ മനോഹരമായ പർവ്വതങ്ങളുണ്ട്, അഗ്നിപർവ്വതങ്ങളുണ്ട്, പുഴകളുണ്ട്, പക്ഷികളുണ്ട്, എത്ര മനോഹരമായ കാഴ്ചകളുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് കവി നിങ്ങൾ ഇത്രയും മനോഹരമായ കാൽപ്പനികമായ ദൃശ്യങ്ങളൊന്നും നിങ്ങളുടെ കവിതയിൽ കാണാത്തത് എന്താണ്? എല്ലാം വേദനിപ്പിക്കുന്ന രംഗങ്ങളാണല്ലോ കൂടുതൽ. അപ്പോൾ നിരവധി അതിന് മറുപടി എഴുതി. അന്നേരം അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അടുത്ത അദ്ദേഹം ഒരു കവിതയാണ് എഴുതിയത്. ആ കവിതയിലെ വരികൾ ഇതാണ്. കമാൻ, കവിതയിലെ 2 വരികളെ ഞാൻ പറയുന്നുള്ളൂ. കമാൻ സീ ദ ബ്ലഡ് ഇൻ ദ സ്ട്രീറ്റ്സ് ഓഫ് സ്പെയിൻ. നിങ്ങൾ സ്പെയിനിന്റെ തെരുവുകളിൽ ഒഴുകുന്ന രക്തം കാണുക. എന്നുവെച്ചാൽ വർത്തമാനം ഇരുണ്ടിരിക്കുമ്പോൾ സൂര്യക്ഷേത്രത്തിൽ പോലും പകൽ വരുന്നില്ലെന്ന് സത്യാഗ്രത എഴുതിയ പോലെയാണ്. കാരണം ചുറ്റുപാടും സങ്കടങ്ങൾ കേൾക്കുമ്പോൾ കവിതകൾ വരുന്നില്ല. അതുകൊണ്ടാണ് അവർ ഇനി മനസ്സിൽ കവിതയില്ലെന്ന് എഴുതിയത്. പക്ഷെ പിന്നീടാണ് അവര് വീണ്ടും എന്താ ഒരു പാട്ട് പാടുന്നതാ, ചിറകുടിഞ്ഞു കാട്ടുപക്ഷി. അവസ്ഥയാണ്, പ്രകൃതിയുടെ അവസ്ഥയെ പ്രതീകാത്മകമായിട്ട് കാണിക്കുകയാണ്. എന്നിട്ടും പാടാൻ ശ്രമിക്കുകയാണ്, എന്നിട്ട് സന്തോഷിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു നല്ല കാലം വരും എന്നുള്ള സങ്കല്പത്തിൽ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രമാത്രം മനുഷ്യനോട് പ്രകൃതി, ഞാൻ പറഞ്ഞല്ലോ, പ്രകൃതി, സമൂഹം, മനുഷ്യൻ, ഇവ കവിതയോടൊപ്പം തന്നെ, കവിത മാറിയല്ല നിൽക്കുന്നത്. ഇതിൽ ഒന്നിന് നാശം അല്ലെങ്കിൽ ഒന്നിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടി വരുമ്പോൾ മറ്റൊന്നിനെ മാറ്റി നിർത്താൻ കവി തയ്യാറാണ്. നമ്മുടെ കവികളൊന്നും എല്ലാവരും അങ്ങനെയൊന്നുമല്ല. കവിത പ്രധാനം, കവിതയോടെ മാത്രമേ പറയൂ. ഇവിടെ അങ്ങനല്ല, കവിത പറയുന്നുണ്ട്. ഒരു ഘട്ടം വന്നപ്പോൾ ആക്ടിവിസത്തിന്റെ പ്രവർത്തനത്തിൻ്റെതായ ഒരു ഘട്ടം വന്നപ്പോൾ കവിത എടുത്ത് കുറച്ചു, എന്നിട്ട് പ്രവർത്തനത്തിലേക്ക് മാറി. പിന്നീട് രണ്ടും ഒരുമിച്ച് കൊണ്ടുവന്ന ഒരു ഘട്ടം വന്നു. ഏറ്റവും അവസാന കാലഘട്ടത്തിൽ ശാരീരികമായിട്ട് അവശതകളൊക്കെ വന്നപ്പോൾ കവിതയിലേക്ക് കൂടുതൽ തിരിഞ്ഞു. അപ്പോൾ എവിടെയും കവിതയോ ജീവിതമോ ഉള്ളതിലപ്പുറം താൻ ജീവിക്കുന്ന സമൂഹത്തിന്റെ, മനുഷ്യന്റെ പ്രശ്നങ്ങളെയാണ് സൂതമാരി ഏറ്റവും കൂടുതൽ. അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഞാൻ എത്ര ആലോചിച്ചിട്ടും ഇത്രമാത്രം കൃത്യമായി ഒരു ജീവിതം മുഴുവൻ സമൂഹത്തിനു വേണ്ടി, പ്രകൃതിക്ക് വേണ്ടി, ഇവിടുത്തെ എല്ലാ ജീവജാലങ്ങൾക്കു വേണ്ടി സഫലമായി നയിച്ച മറ്റൊരു കവി ഉണ്ടോ എന്ന് ഞാൻ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. സാഹിത്യത്തിൽ ആത്യന്തികമായി ഒരു കൃത്യമായ വാക്ക് പറയാൻ പറ്റില്ല, എങ്കിലും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു 1/2 മണിക്കൂറാണ് എനിക്ക് തന്നിരിക്കുന്ന സമയം. അത് 2.5 മണിക്കൂറോളമായി. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന, എനിക്ക് നിങ്ങളോടും, എനിക്ക് തോന്നുന്നു എന്നേക്കാൾ മുതിർന്നവർ ആർക്കും ഇതിനകത്ത് കണ്ടേക്കാം, എനിക്കറിയില്ല, എങ്കിലും കൂടുതൽ എന്നെക്കാളും എൻ്റെ ഇളയവരോ എൻ്റെ മക്കളാകാൻ പ്രായമുള്ളൂ, എൻ്റെ ശിഷ്യരും ഒക്കെയാണ്. അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ സ്മരണകൾക്കപ്പുറം നമ്മൾക്ക് ഒരു ജീവിതമുണ്ട്. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മോടൊപ്പം ജീവിക്കുന്ന കോടാനുകൂടി മനുഷ്യർ, അത് ഈ കോട്ടയത്തോ തിരുവല്ലയിലോ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല, ഈ ലോകത്തെല്ലാം ഉണ്ട് എന്നൊന്നും മനസ്സിലാക്കുക. ഓരോ മണിക്കൂറിലും 1000 പേർ പട്ടിണി കിടന്നു മരിക്കുന്ന ലോകാരോഗ്യ സംഘടന കണക്കാണ്. ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് എന്നൊരു സത്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. നമ്മളെപ്പോലെ തന്നെയാണ് ഈ മനുഷ്യരെല്ലാം എന്നൊരു തോന്നലോടെ വന്നു കഴിയുമ്പോൾ സുഗതകുമാരിയെ കുറിച്ചൊന്ന് ഓർത്തു കഴിഞ്ഞാൽ, അവർ നമുക്ക് കാണിച്ചു തന്ന പാതയിലൂടെ സഞ്ചരിക്കാൻ അത്രയൊന്നും പറ്റിയില്ലെങ്കിലും ഒരു ശ്രമമെങ്കിലും നടത്തിയാൽ അതായിരിക്കും ഏറ്റവും നല്ല അനുസ്മരണം എന്ന് പറഞ്ഞുകൊണ്ട്, സുഗതകുമാരി ടീച്ചർ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു 6-7 വാചകങ്ങളുണ്ട്. അത് ഞാനൊന്ന് വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അനുസ്മരണ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. എൻ്റെ മനസ്സ് പഴയതാണ്. എല്ലാ മതങ്ങളെയും ആദരിക്കുവാനും ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ദളിതന്റെയും ബ്രാഹ്മണന്റെയും രക്തത്തിന് ഒരേ ചുവപ്പാണെന്നും കണ്ണുനീരിന് ഒരേ ഉപ്പാണെന്നും മകൻ കൊല്ലപ്പെടുമ്പോൾ വിണ്ണു പിളർന്നുയരുന്ന അമ്മമാരുടെ നിലവിളിക്ക് ഒരേ ഭാഷയാണെന്നും പശുവിന്റെ പേരിലായാലും മതത്തിന്റെ പേരിലായാലും പാർട്ടിയുടെ പേരിലായാലും കൊലക്കത്തി കുരുന്നവന്റെ ശിരസിൽ പതിക്കുന്ന ഈശ്വരശാപം അതികഠിനമാണെന്നും എൻ്റെ ഗുരുക്കന്മാർ എന്നെ പഠിപ്പിച്ചിരിക്കുന്നു. അതിനാൽ തന്നെ ഞാൻ ദുഃഖിക്കുകയും ലജ്ജിക്കുകയും എൻ്റെ പൊള്ളുന്ന തട്ടകത്തിൽ നിന്ന് ആവുന്നത്ര പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഫലവും ഫലമില്ലായ്മയും ചിന്തിക്കുവാൻ നമുക്ക് അർഹതയില്ലല്ലോ. എങ്കിലും ഓർക്കുക, ഇത് ഇന്ത്യയാണ്. ഒരുപാട് മക്കളുള്ള ഒരമ്മ. ആ അമ്മ ഇങ്ങനെ നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൂടാ. അതെ, അത് നമ്മൾ മനസ്സിലാക്കുക. ആ വലിയ കവിക്ക്
ഒരിക്കൽ കൂടി അർപ്പിക്കുന്നതോടൊപ്പം എനിക്ക് ഇതിനവസരം തന്ന ഈ കോളേജുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരോടും, അതുപോലെ തന്നെ ഇത് കേട്ടിരുന്ന എല്ലാ സദസ്യരോടും, അപ്പൊ അത് തന്നെ ഞാൻ പ്രയോഗിക്കുകയാണ്. നമ്മൾ വീടുകളിൽ ഒരു സ്വസ്ഥ അന്തരീക്ഷത്തിലിരുന്നാണ് കേൾക്കുന്നതെങ്കിലും എല്ലാവർക്കും എന്റെ സന്തോഷം. നന്ദി സർ. ഓക്കെ. സുഗതകുമാരി ടീച്ചറുടെ കവിതകളെ കുറിച്ച് പൊതുവെ പറയുന്ന ഒരു ഉദാര മാനവവാദ വീക്ഷണം, അപ്പം അതിൽ അടങ്ങിയിട്ടുള്ള ഒരു മലയാളത്തിൻ്റെതായിട്ടുള്ള ആധുനിക കാൽപ്പനികതയൊക്കെ മുൻനിർത്തിയാണ് സാർ സംസാരിച്ചത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ അത് ചാറ്റ് ബോക്സിൽ നിക്ഷേപിക്കണം എന്ന് അപേക്ഷിക്കുന്നു. അടുത്തത് ഒരു പ്രബന്ധാവതരണമാണ് ഉദ്ദേശിച്ചിരുന്നത്. ഡോക്ടർ ധന്യ എസ് പണിക്കരാണ് ആ പ്രബന്ധം അവതരിപ്പിക്കുന്നത്. പരിസ്ഥിതിയും കവിതയും എന്ന വിഷയത്തെ മുൻനിർത്തിയാണ് ടീച്ചർ സംസാരിക്കുക. മലയാള വിഭാഗത്തിലെ തന്നെ മുൻ അധ്യാപികയായിരുന്ന പ്രിയപ്പെട്ട ധന്യ ടീച്ചറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. രാജീവ് മാസ്റ്റർ ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ധന്യ, ധന്യ ടീച്ചർ ലെഫ്റ്റ് ആയെന്ന് തോന്നുന്നു. ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഹലോ ടീച്ചർ, കേൾക്കാം? കേൾക്കാം, സംസാരിക്കൂ. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട രാജീവ് സാറ്, ഉഷ ടീച്ചറ്, നെസി ടീച്ചറ്, എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകര്, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും ഇങ്ങനെ ഒരു അവസരം തന്നതിൽ വളരെയധികം സന്തോഷം രേഖപ്പെടുത്തുന്നു. എനിക്ക് തന്ന വിഷയം കവിതയും പരിസ്ഥിതിയും എന്നതാണ്. സുഗതകുമാരി ടീച്ചറിന്റെ കവിതകളിലെ പരിസ്ഥിതിയെ കുറിച്ച് കുറച്ചു കാര്യങ്ങൾ പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപാകതകൾ ക്ഷമിക്കുക. ജീവിതത്തിലും സാഹിത്യത്തിലും അനിവാര്യമായ ഒന്നാണ് പ്രകൃതിബോധം. ഒരു പ്രത്യയശാസ്ത്രത്തിനോടും മമതാബന്ധം പുലർത്താതെ പാരിസ്ഥിതിക ബോധ്യം ഏറെ പ്രകടമാക്കിയ കവിയാണ് സുഗതകുമാരി. പ്രകൃതിയെയും സുസ്ഥിര വികസനത്തെയും മാതൃത്വത്തെയും ലിംഗ ഗോത്ര നീതികളെയും സംബന്ധിച്ച പരികൽപ്പനകൾ സുഗതകുമാരി ടീച്ചറുടെ കവിതകളിൽ പ്രകടമാണ്. സുഗതകുമാരി ടീച്ചറിന്റെ കവിതകളെ നമുക്ക് രണ്ട് ഭാഗങ്ങളായി വിഭജിക്കാം. ഒന്ന്, സൈലന്റ് വാലി പ്രക്ഷോഭത്തിന് മുന്നേയുള്ള ഘട്ടം, 1961 മുതൽ 80 വരെയുള്ള കാലം. രണ്ടാമത്തേത് സൈലന്റ് വാലി പ്രക്ഷോഭത്തിന് ശേഷമുള്ള ഘട്ടം, 1980 തൊട്ട് 2020 വരെ എന്ന് പറയാവുന്ന കവിതകൾ. അപ്പൊ സൈലന്റ് വാലി പ്രക്ഷോഭത്തിന് മുന്നേയുള്ള കവിതകളിൽ കാൽപ്പനികതയുടെയും വൈയക്തികതയുടെയും പ്രതിഫലനമാണ് നമ്മൾ ഏറെയും കാണുക. മുത്തിച്ചിപ്പി, പാവം മാനവ ഹൃദയം, പാതിരാപ്പൂക്കൾ, ഇരുൾ ചിറകുകൾ, രാത്രിമഴ തുടങ്ങിയവ ഈ ആദ്യഘട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്നു. പ്രകൃതിയുടെയും മനുഷ്യന്റെയും പാരസ്പര്യത്തില് അധിഷ്ഠിതമാണ് സൗന്ദര്യാത്മകമായ അനുഭവങ്ങൾ എന്ന് അവർ കരുതുന്നു. പ്രകൃതിയിൽ നിന്നുള്ള വിഘടനമല്ല, മറിച്ച് അതിൽ അലിഞ്ഞു ചേരുകയാണ് വേണ്ടത് എന്നവർ വിശ്വസിച്ചു. പ്രകൃതിയെ ജീവിതത്തിന്റെ സഹയാത്രികയായി അവർ കാണുന്നു. തന്റെ ജീവിത പരിസരങ്ങളിൽ നിന്ന് കവിതയ്ക്ക് വിഷയം കണ്ടെത്തുന്നു. കവിത വളരെ സ്വാഭാവികമായി തീരുന്നു. പ്രകൃതി പുരുഷ ബന്ധം, രാധാകൃഷ്ണ ബന്ധം എന്നിവ കവിതകളിലെ സ്വാഭാവിക പ്രമേയങ്ങളാകുന്നു. എല്ലാ വൈയക്തിക വികാരങ്ങളും സംവേദനങ്ങളും സുഗതകുമാരിയുടെ കവിതകളിൽ വിലയം പ്രാപിക്കുന്നുവെന്ന് ശാരദക്കുട്ടി ടീച്ചറിന്റെ നിരീക്ഷണവും പ്രസക്തമാണ്. സൈലന്റ് വാലി പ്രക്ഷോഭത്തിന് ശേഷമുള്ള കവിതകൾ വ്യതിരിക്തമായ ചില സവിശേഷതകൾ ഉൾക്കൊള്ളുന്നു. അവ പ്രധാനമായും പ്രകൃതിയെയും സ്ത്രീയെയും
സാമൂഹികവും രാഷ്ട്രീയവും ചരിത്രപരവുമായ വീക്ഷണങ്ങളോടെ നോക്കിക്കാണുന്നവയാണ്. പ്രകൃതിയെ സംബന്ധിക്കുന്ന പരികൽപ്പനകൾ രൂപപ്പെടുത്തുന്നതിൽ ലിംഗവ്യക്തിത്വത്തിനുള്ള അബോധപൂർവമായ സ്വാധീനം പ്രകടമാക്കുന്നവയും, രൂപകങ്ങളിലൂടെ ധാർമ്മിക ബോധം സൃഷ്ടിക്കുന്നവ, പ്രകൃതിയോട് അനുതാപത്തോടെയും കരുതലോടെയും സമീപിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ ബോധ്യപ്പെടുത്തുന്നവ, വ്യക്തിയുടെയും സമൂഹത്തിന്റെയും മൂല്യബോധങ്ങൾ, ധാർമ്മികത സൃഷ്ടിക്കുക എന്നിങ്ങനെയുള്ളവ. അപ്പൊ സൈലന്റ് വാലി പ്രക്ഷോഭമാണ് മലയാള കവിതയിൽ പാരിസ്ഥിതിക ബോധത്തിന്റെ പുതിയ അടരുകൾ സൃഷ്ടിക്കുന്നത് എന്ന് കാണാം. ONVയുടെ ഭൂമിക്കൊരു ചരമഗീതം, അയ്യപ്പ പണിക്കരുടെ കാടെവിടെ മക്കളെ, കടമനിട്ടയുടെ കുഞ്ഞെ മുലപ്പാൽ കുടിക്കരുതേ, സുഗതകുമാരിയുടെ മരത്തിന് സ്തുതി, തെംസ് നദിയോട് തുടങ്ങിയ കവിതകൾ വനപർവം എന്ന സമാഹാരത്തിൽ പ്രസിദ്ധീകരിച്ചതോടുകൂടി കവിത പ്രകൃതി സംരക്ഷണത്തിനുള്ള ഒരു ഉപകരണമായി, ഒരു ഉപാധിയായി മാറുന്നു എന്ന് കാണാം. അതിൽ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് മരത്തിന് സ്തുതി എന്ന് പറയുന്ന കവിതയെ കുറിച്ചാണ്. വൃക്ഷാരാധനയുടെ മഹത്തായ പാരമ്പര്യം പേറുന്ന ഭാരതീയ സംസ്കാരത്തിന്റെ സ്ഥിരീകരണമാണ് മരത്തിന് സ്തുതി എന്ന കവിത. ദൈവത്തിന്റെ വ്യത്യസ്ത ഗുണവിശേഷങ്ങൾ സൂചിപ്പിക്കുന്ന ഒന്നായി വൃക്ഷം അല്ലെങ്കിൽ മരം നിലകൊള്ളുന്നു. മരം വികാരങ്ങളുള്ള, സന്തോഷവും സന്താപവുമുള്ള മനുഷ്യന് സമമായി തീരുന്നു. മരത്തെ കവി കാണുന്നത് നീലകണ്ഠ സ്വാമിയെപ്പോൽ വിഷം താനേ ഭുജിച്ചിട്ട് പ്രാണവായു തരുന്നോനായിതാ തൊഴുന്നേൻ, കനിഞ്ഞ് പൂക്കളും തേനും കനിയും നീട്ടി നിൽക്കും നിൻ നിറഞ്ഞ തൃക്കരങ്ങൾക്കായിതാ തൊഴുന്നേൻ എന്നിങ്ങനെ ഭൂമിയെ നിലനിർത്തുന്ന മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ച നിർണായക ഘടകമായി, പ്രാണവായുവായി മരം നിലകൊള്ളുന്നതായി കവി സൂചിപ്പിക്കുന്നു. പക്ഷേ പ്രകൃതിയോട്, മരത്തോട് നാം അനുവർത്തിക്കുന്ന സമീപനങ്ങൾ എത്രത്തോളം വേദനാജനകമാണ് എന്ന് കവിതയുടെ അവസാനം അവർ സൂചിപ്പിക്കുന്നുണ്ട്. പാരിസ്ഥിതിക സമീപനങ്ങളിൽ നാം കൈക്കൊള്ളുന്ന വൈരുദ്ധ്യാത്മകമായ പ്രവർത്തനങ്ങൾ ഒരു പ്രവാചക സ്വഭാവത്തോടെ കവി ചിത്രീകരിക്കുന്നു. പകരം നൽകുവതെന്തേ, മഴുവും തീയുമല്ലാതെ അവിടുന്ന് സമസ്തവും പൊറുക്കുമല്ലോ, എങ്കിലും പൊറുക്കുമോ പ്രകൃത്യമ്പ അഗ്നിവാറും കൺകളാൽ എങ്ങളെ നോക്കും നോട്ടമെന്നാമോ എന്നിങ്ങനെ ഒരു ചോദ്യം കവി അവശേഷിപ്പിക്കുന്നുണ്ട്. പൂർണ്ണതയുടെ ചിഹ്നമാണ് ഭാരതീയ പാരമ്പര്യത്തിൽ മരങ്ങൾ. ആധുനികതയിൽ മരം എന്നത് ദൈവികമായ ഒന്നല്ല, മറിച്ച് അത് വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികൾ മാത്രമാണ്. വ്യാവസായിക വിപ്ലവത്തിന്റെയും നഗരവൽക്കരണത്തിന്റെയും ഫലമായി ഏറെക്കാലം കൊണ്ട് മലിനയും നിർജീവയുമായിരുന്ന തെംസ് നദി ഒരു തീവ്രയത്ന പരിപാടിക്ക് ശേഷം തെളിഞ്ഞൊഴുകുന്നുവെന്നും അതിലെ പ്രസിദ്ധങ്ങളായ അരയിനങ്ങളും സാമൺ മത്സ്യങ്ങളും വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നുവെന്നുമുള്ള പത്ര റിപ്പോർട്ടാണ് തെംസ് നദിയോട് എന്ന കവിതയിൽ പരാമർശിക്കുന്നത്. തെംസ് നദിയെ മുൻനിർത്തി ഇന്ത്യയിലെ ഇതര നദികൾക്കുള്ള കാവ്യാർപ്പണമാണ് ഈ കവിത. തെംസ് നദിക്ക് തന്റെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാമെങ്കിൽ, അതിലെ അരയന്യങ്ങളും സാമൺ മത്സ്യങ്ങളും തിരിച്ചു വന്നുവെങ്കിൽ, ഊർദ്ധശ്വാസം വലിക്കുന്ന ഹിമവൽ പുത്രിയായ ഗംഗയെയും കൃഷ്ണന്റെ പ്രിയങ്കരിയായ യമുനയെയും പുനർജന്മത്തിലേക്ക് നയിക്കാനാകും എന്ന ആത്മവിശ്വാസം കവി പുലർത്തുന്നു. മർത്യന്റെ ബോധസ്ഫുരണത്തിനായി നദിയോടുള്ള, വിശ്വപ്രകൃതിയോടുള്ള സമീപനം ആർദ്രതയും കാരുണ്യവും നിറഞ്ഞതാകാൻ ആഗ്രഹിക്കുന്ന കവിയെ നമ്മൾക്ക് ഈ കവിതയിൽ കാണാൻ സാധിക്കും. മർത്യന്റെ ബോധസ്ഫുരണമായി, യത്നമായി, സർഗചൈതന്യമായി, പുത്തനാമാശയായി നിന്റെ പുനർജന്മ വാർത്ത കേൾപ്പൂ, ഞങ്ങൾ എന്തൊരാശ്വാസം ഇവർക്ക്, തെംസ് നദി എന്നിങ്ങനെ തെംസിന്റെ പുനർജീവനത്തിൽ ആശ്വാസം കൊള്ളുന്ന നമ്മുടെ നദികളെ വീണ്ടെടുക്കാനുള്ള യത്നങ്ങൾക്ക് പ്രേരകമായത് ഈ കവിതയാണ് എന്ന് പറയാൻ സാധിക്കും. ആകാശം ഹരിതമാകുന്ന പ്രകൃതി, പുഞ്ചിരി അടക്കി നിൽക്കുന്ന കിഴക്കൻ മാമലമുകൾ, വികസനത്തിന്റെ പ്രത്യയശാസ്ത്രങ്ങൾ നിശബ്ദമായി ഇരയാക്കിയതിനെയാണ് കുറിഞ്ഞിപ്പൂക്കൾ എന്ന കവിതയിൽ കവി ആവിഷ്കരിക്കുന്നത്. പന്തീരാണ്ടിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന കുറിഞ്ഞി കാണാൻ ജീവചലനകോടികളുടെ മിന്നിത്തിളക്കമായ കുറിഞ്ഞിയെ മഴുവും തീയുമായി, കഴുകൻ കണ്ണുമായി മർത്യനില്ലാതെയാക്കും എന്നവർ ആശങ്കപ്പെടുന്നു.
കുറിഞ്ഞിപ്പൂക്കുന്ന ഇടങ്ങൾ, റബ്ബർ കൃഷി വ്യാപിക്കുന്ന കാലം വിദൂരമല്ല എന്നും വികസന പദ്ധതികൾ കൊണ്ടവിടം പൊറുതിമുട്ടുമോ എന്ന ആകുലതയും അവർ പേറുന്നു. 12 കൊല്ലം കഴിയുമ്പോൾ അവിടെ കുറിഞ്ഞു പൂക്കുമോ എന്ന ചോദ്യം കവി അവശേഷിപ്പിക്കുന്നു. സംസ്കാര സമ്പന്നരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മനുഷ്യൻ പ്രപഞ്ചത്തിലുള്ള സകലതും തന്റെ സുഖത്തിനു വേണ്ടി മാത്രം ഉള്ളതാണ് എന്ന ചിന്തയാണ് വഹിക്കുന്നത്. ആന എന്ന മൃഗത്തിന്റെ സഹനങ്ങളെ, യാതനകളെ ആ മൃഗത്തിന്റെ വീക്ഷണകോണിൽ നിന്ന് നോക്കിക്കാണുന്ന കവിതയാണ് ആന. ആനയുടെ സങ്കടം തന്റെയും വായനക്കാരുടെയും സങ്കടമാക്കി മാറ്റാൻ കവിക്ക് കഴിയുന്നു. പുലരി, ഉച്ച, രാത്രി എന്നിങ്ങനെ വ്യത്യസ്ത ഭാഗങ്ങളിലായി ആന എന്ന ജീവിയുടെ മനുഷ്യനാൽ നിയന്ത്രിക്കപ്പെടുന്ന ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ദീർഘമായ ദുരന്ത പർവങ്ങളെ സൂചിപ്പിക്കുന്നു. കൊല ചെയ്തൊരു മഹാവൃക്ഷത്തിൻ നെടും ജഡം, കയറാൽ കെട്ടിത്താങ്ങി വലിക്കും മഹാഗജം, അടി, കൽപ്പന, താങ്ങിയിറക്കൽ എന്നിങ്ങനെ യാതനാപൂർണമായ ആനയുടെ ജീവിതം പുലരി മുതൽ ആരംഭിക്കുന്നു. കൊല ചെയ്ത മഹാവൃക്ഷം, അവിടെ കവി മനുഷ്യൻ പ്രകൃതിക്ക് മേൽ നടത്തുന്ന, അത് മരമെന്നോ മൃഗമെന്നോ ഭേദമില്ലാതെ നടത്തുന്ന ഹിംസകളുടെ, പീഡനങ്ങളുടെ ചിത്രം കൂടിയാകുന്നു. ഉച്ചയ്ക്കാകട്ടെ ഒരുകും ടാറിൻ നെടുമ്പാക, ഉച്ചിമേൽ സൂര്യൻ തളരും മെയ്യും പേറി ആന നീങ്ങുന്നു മന്ദം എന്നിങ്ങനെ അമ്പലത്തിലേക്കുള്ള യാത്രയിൽ അത്രയും കുത്തുകളേറെ കൊണ്ടു വിങ്ങിയ കാലുകളുമായി പണിപ്പെട്ട് നടക്കുന്ന ആനയെ കവി ചിത്രീകരിക്കുന്നു. തന്റെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് ഭിന്നമായ സാഹചര്യങ്ങളുമായി ഇണങ്ങാൻ നിർബന്ധിതനാക്കപ്പെടുന്ന ജീവിയുടെ ദൈന്യം കവിയെ വേദനിപ്പിക്കുന്നു. രാത്രിയിലാണെങ്കിലോ അവന്റെ ചുമലിന്മേൽ പൊൻതിടം വേറ്റി നിൽക്കാൻ വിധിക്കപ്പെടുകയാണ്. പച്ചക്കാടിന്റെ കിടാവിനെ കളിച്ചു നടക്കുമ്പോൾ വൻ ചതിക്കുഴി കുത്തിമറിച്ചിട്ട് കയറിട്ടേറ്റി വലിച്ച് ദണ്ണിപ്പിച്ച് ഇണക്കിയെടുത്ത ആ നിഷ്കളങ്കനായ മൃഗവും പ്രകൃതിക്കും അതിലെ ജീവജാലങ്ങൾക്കും മേൽ ആധിപത്യം പുലർത്തുന്ന മനുഷ്യന്റെ ചെയ്തികളുടെ ഇരയാണ് എന്ന് കവി സൂചിപ്പിക്കുന്നു. നിങ്ങൾ എന്റെ ലോകത്തെ എന്തു ചെയ്തു എന്ന കവിതയിൽ കിളിയുടെ ചെല്ലക്കിടാങ്ങൾ വായ് പൊളിച്ചിരുന്ന കുഞ്ഞിക്കൂടും, കൂട് നിന്നിരുന്ന മരവും, മരം മണിപ്പീലി വിരുത്തി നിന്ന കാടും എവിടെയെന്ന് അന്വേഷിക്കുന്ന തള്ളക്കിളി നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് വനനശീകരണത്താൽ ഊഷരമായി തീർന്ന ഒരിടത്തേക്കാണ്. പാരിസ്ഥിതിക വിനാശത്തിന്റെ തീവ്രമായ മുഖമാണ് നഷ്ടപ്പെട്ട കിളിക്കൂട് എന്ന രൂപകത്തിലൂടെ കവയത്രി അവതരിപ്പിക്കുന്നത്. ഭൂമി ഈ മൃഗീയമായ ചെയ്തികൾക്ക് മൂകസാക്ഷിയായി നിലകൊള്ളുകയില്ല എന്ന യാഥാർത്ഥ്യം കവി ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. ഒരു വനത്തിന്റെ പിടഞ്ഞു ചാകലിൻ വിലയെന്ത് എന്നു ഞാൻ വിളിച്ചു ചോദിപ്പോ, ഒരു മരത്തിന്റെ മരണത്തിനെന്തു വില, പ്രകൃതി ആ കണക്ക് നോക്കുന്നു, ഒരു കിളിയുടെ നിലവിളിക്ക് എന്തു വില, പ്രകൃതി ആ കണക്ക് നോക്കുന്നു, പ്രകൃതി ആ കണക്ക് നോക്കുന്നു എന്നിങ്ങനെ കവി ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു വലിയ വില നമ്മൾ നൽകേണ്ടി വരുമെന്ന്. സൈലന്റ് വാലിയിൽ വീണ്ടും എന്ന കവിതയിൽ സൈലന്റ് വാലി മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന കുന്തിപ്പുഴയെയും അതിന്റെ കൈവഴിയായ ഭവാനിപ്പുഴയെയും സംരക്ഷിക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് സൂചിപ്പിക്കുമോ? വരുവതാമോ കാട്ടുതീയോ കിരാതനോ, മഴുവേന്തിടും കടുങ്കയ്യോ, മലയിടിച്ചു മരം പിഴുതടിച്ചു നീങ്ങി വരുമോ മഹായന്ത്രമോ എന്ന് ആകുലപ്പെടുന്ന കവിയെ നമുക്ക് കാണാം. നിഗ്രഹോത്സുക വ്യഗ്രമായി പ്രകൃതിയെ സമീപിക്കുന്ന മനുഷ്യന്റെ വിവേകപരമല്ലാത്ത പ്രവർത്തനങ്ങൾ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ഇല്ലാതെയാക്കും എന്ന മുന്നറിയിപ്പും കവി നൽകുന്നു. വർത്തമാനകാലത്തിന്റെ കടുത്ത യാഥാർത്ഥ്യങ്ങളും ആഗോളീകരണത്തിന്റെ ദൂഷ്യഫലങ്ങളും ഇല്ലാതെയാക്കുന്നത് നമ്മുടെ നിസർഗ പ്രകൃതിയെയാണ് എന്നവർ നമ്മളെ നിരന്തരം ഓർമ്മിപ്പിച്ചു. പ്രകൃതിയിൽ മനുഷ്യത്വത്തിന്റെ ഭിന്നമുഖങ്ങളെ ആവിഷ്കരിക്കുന്ന കവിതയുണ്ട്. പൂത്തുലഞ്ഞു നിൽക്കുന്ന കാടിനെ ദേവതയായി കാണുന്നു. കൊച്ചുപൂവൊന്ന് നെറുകയിൽ ചാർത്തിക്കൊണ്ട്, നീലവണ്ടിന്റെ ചിറകുപോൽ ലോലമാം ചേലയണിഞ്ഞുകൊണ്ട്, മൃദുലപാദങ്ങളെ ചിന്തളിരൊന്നിൽ കയറ്റി വെച്ചുകൊണ്ട് നറുംപീഠത്തിൽ കാട് പുഞ്ചിരിയോടെ ഇരിക്കുന്നത് കാണാനാണ് തനിക്കിഷ്ടമെന്ന് കവി സൂചിപ്പിക്കുന്നു. ഇന്നലെ വരെ നഗ്നമാം ശുഷ്ക നെഞ്ചുമായി
വെയിലത്തു മയങ്ങിക്കിടന്ന അട്ടപ്പാടി മഴ പെയ്തിറങ്ങിയപ്പോൾ പൂത്തു തഴച്ച് ആർദ്രയായി മാറുന്നു. ഹരിതാഭയാകുന്ന പച്ച പട്ടുപുതച്ച് കരിമ്പിൻ പൂങ്കിലകൾ വാരി ചൂടിച്ചിരിച്ച് നവശ്യാമ വധുപോൽ ലജ്ജാവതിയായി നിൽക്കുന്ന അട്ടപ്പാടിയിലും കവി മനുഷ്യജീവിതത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളെ ആരോപിക്കുന്നു. സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ മുഖങ്ങൾ കവി സൂചിപ്പിക്കുന്നുണ്ട്. പ്രകൃതിയുടെ അപരിമേയതയിൽ ജീവിച്ച കവിയാണ് സുഗതകുമാരി. അക്ഷരങ്ങൾക്ക് ലിപികൾ എന്ന പോലെ സുഗതകുമാരിയുടെ കവിതകളിൽ പ്രകൃതിയുടെ അനന്ത വൈചിത്ര്യമാർന്ന പ്രതിഭാസങ്ങൾ നിലകൊള്ളുന്നു. അത് കവിയെ സംബന്ധിച്ച് സത്യമായ യാഥാർത്ഥ്യമാണ്, ഹൃദയത്തിന്റെ ഭാഷയാണ്. പ്രകൃതിയുടെ മനോഹാരിതയിൽ അഭിരമിക്കാനല്ല, മറിച്ച് നിശബ്ദ പ്രകൃതിയിലേക്ക് വികസനത്തിന്റെയും പുരോഗതിയുടെയും അധിനിവേശ പ്രത്യയശാസ്ത്രങ്ങൾ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ അതിനെതിരെ കടുത്ത പ്രതിരോധം തീർക്കേണ്ടതുണ്ട് എന്ന് സുഗതകുമാരി നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. തന്റെ കവിതയുടെ ജൈവിക ഊർജമായി അവർ പ്രകൃതിയെ കാണുന്നു. പ്രകൃതിയിലേക്കുള്ള മടക്കം മാനവികതയിലേക്കുള്ള മടക്കമാണെന്നും ആർദ്രതയുടെ വീണ്ടെടുപ്പാണെന്നും അവർ തിരിച്ചറിയുന്നു. മഴയുടെ വ്യത്യസ്ത ഭാവങ്ങളെ അവതരിപ്പിക്കുന്ന കവിതകളുണ്ട്. ഇനിയും ഏറെ പറയാനുണ്ട്. പക്ഷേ സമയപരിമിതി കൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തെറ്റുകുറ്റങ്ങളുണ്ട്, ക്ഷമിക്കുക. വളരെ സന്തോഷം ധന്യ. എന്തായാലും നല്ലൊരു സംസാരമായിരുന്നു. ഇതൊരു തുടക്കമാണെന്ന് പറയുന്നുവെങ്കിലും വികസിപ്പിക്കാവുന്ന ഒട്ടേറെ നിരീക്ഷണങ്ങൾ ധന്യയും പറയുകയുണ്ടായി. ടീച്ചറെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ചെയ്തതാണ്. അപ്പോ ഇനി അടുത്തത് നമുക്ക് റോഷ്നിയുടെ വാക്കുകൾക്ക് കാതോർക്കാം. റോഷ്നി അടിമുടി ഒരു സുഗതകുമാരി ആരാധികയാണ്. ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട, ഇവിടെ മുന്നേ ഉണ്ടായിരുന്നു, ഇപ്പോൾ വനിതാ കോളേജിലാണ്, ഗവൺമെന്റ് വനിതാ കോളേജ് തിരുവനന്തപുരം. റോഷ്നിയെ വളരെ സ്നേഹത്തോടെ കവിത ചൊല്ലുവാനും ടീച്ചറുടെ കവിതകളെ കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കാനും ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി ഉഷ ടീച്ചർ. ആദ്യം തന്നെ എനിക്ക് ഈ ഒരു അനുസ്മരണത്തിന്റെ ഭാഗമാകാൻ അവസരം തന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും അതുപോലെ തന്നെ സഹപ്രവർത്തകയും എല്ലാമായ ഡോക്ടർ ദീപ BS-നോട് ഞാൻ എൻ്റെ നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തട്ടെ. KKTM-ലെ മറ്റ് ഒരുപാട് അധ്യാപകർ, മലയാളത്തിൽ മാത്രമല്ല മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകരെയും എനിക്ക് പരിചയമാണ്. കാരണം ഞാൻ എൻ്റെ കോളേജ് അധ്യയനം ആരംഭിച്ചത് KKTM-ൽ നിന്നാണ്. അതിനു മുമ്പ് ഞാനൊന്ന് ഒഫീഷ്യലായിട്ട് ആരംഭിച്ചോട്ടെ. മുഖ്യ പ്രഭാഷണം നിർവഹിച്ച ഡോക്ടർ RS രാജീവ് സാർ, അതുപോലെ തന്നെ ഡോക്ടർ ധന്യ S പണിക്കർ, പ്രിൻസിപ്പൽ ഡോക്ടർ EA നെസി, കൂടാതെ കവിത അവതരിപ്പിക്കുന്ന പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ പറഞ്ഞതുപോലെ KKTM കോളേജിനെ കുറിച്ചുള്ള ഓർമ്മകൾ എനിക്ക് അനവധിയാണ്. അത് എല്ലാം ഇവിടെ ഷെയർ ചെയ്യാൻ പറ്റില്ല. എങ്കിലും ദീപ ടീച്ചർ സൂചിപ്പിച്ച ആ ഒരു മുള സമരം, അത് പെട്ടെന്നായിരുന്നു. രാഷ്ട്രപതിയുടെ ആഗമനം നമ്മുടെ ക്യാമ്പസിന്റെ, ഞാൻ ഇപ്പോഴും പറയുന്നു KKTM-നെ കുറിച്ച്, KKTM ക്യാമ്പസിന്റെ മുമ്പിലുള്ള ചരിത്ര മ്യൂസിയം ഉദ്ഘാടനം ചെയ്യാൻ രാഷ്ട്രപതി വരുന്നതിന്റെ ഭാഗമായിട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥര് അവിടുത്തെ ഓഫീസിന് മുന്നിലുള്ള ആ ചെറിയ കുളത്തിനെ ചുറ്റി നിൽക്കുന്ന ആ മുളങ്കൂട്ടം പെട്ടെന്ന് വെട്ടിമാറ്റുകയല്ല, മുഴുവൻ പിഴുതു മാറ്റാനായിരുന്നു അവരുടെ ഉദ്ദേശം. ക്യാമ്പസിലെ കുട്ടികൾ ഒന്നടങ്കം ഞങ്ങൾ അധ്യാപകരും അതിനെതിരെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു. പെട്ടെന്നൊരു മെമ്മോറാണ്ടം ഒക്കെ എഴുതി കൊടുത്തുവെങ്കിലും അതിനൊന്നും ഫലം കണ്ടില്ല. അപ്പോഴാണ് എവിടെ പ്രകൃതിക്കൊരു ദോഷം ഉണ്ടാകുന്നോ അവിടെയെല്ലാം ആർജവത്തോടെ പ്രവർത്തിക്കുന്ന സുഗതകുമാരി ടീച്ചറിനെ നമുക്ക് സ്വാഭാവികമായിട്ടും പെട്ടെന്ന് ഓർമ്മ വരികയും വിളിക്കുകയും ചെയ്തു. ഉടനെ തന്നെ പ്രിൻസിപ്പലിനോട് നേരിട്ട് തന്നെ സംസാരിച്ചുകൊണ്ട് സുഗതകുമാരി ടീച്ചർ അതിന് കൃത്യമായിട്ട് അതിനോട് ഒരു പ്രതികരണം നിർവഹിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ആ മുള അവിടുന്ന് കുറെയൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നീട് അവർ നട്ടു തരാനുള്ള ആ ഒരു സന്മനസ് കാണിച്ചു എന്നുള്ളതാണ് ആ സംഭവം. ദീപ ടീച്ചർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും വേറൊരു സംഗതി കൂടി ഇവിടെ പറഞ്ഞത്. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ടീച്ചറിന്റെ കവിത ചൊല്ലാനാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരിക്കലും ഒരു കുട്ടിയുടെ സ്വപ്നങ്ങളുടെ പരിധി 18 വയസ്സോ 21 വയസ്സോ അല്ല. സ്വപ്നങ്ങൾക്ക് ഒരിക്കലും പരിധി നിശ്ചയിക്കാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. ഇത് കേരളത്തിന് അഭിമാനമായി ആദിവാസി സമൂഹത്തിൽ നിന്ന് ആദ്യമായിട്ട് IAS നേടിയ
ശ്രീലക്ഷ്മിയുടെ വാക്കുകളാണ്. കേരളത്തിലെ പെൺകുട്ടികളെ ഈ 21ാം നൂറ്റാണ്ടിൽ തങ്ങളുടെ സ്വപ്നങ്ങൾ ലക്ഷ്യമാക്കി സ്വാതന്ത്ര്യ ബോധത്തോടുകൂടി ചിറക് വിരിച്ചു പറന്ന് ലക്ഷ്യത്തിലെത്താൻ പ്രാപ്തരാക്കിയവരിൽ പ്രധാന അല്ലെങ്കിൽ വലിയൊരു സ്ഥാനം വഹിച്ച മലയാളത്തിന്റെ പ്രിയ കവയത്രി തന്നെയാണ് സുഗതകുമാരി. അഭയമറ്റവർക്ക് അഭയമായ ഒരു വ്യക്തിത്വം. പെണ്ണിനെ പോലെ തന്നെയാണ് പ്രകൃതിയും. പെണ്ണിനും പ്രകൃതിക്കും ജീവജാലങ്ങൾക്കും നേരിടുന്ന പ്രതിസന്ധികൾക്ക് മുന്നിൽ സ്വയം ഒരു രക്ഷാകവചമായി മാറിക്കൊണ്ട് ഒരമ്മയുടെ വാത്സല്യവും അതിനപ്പുറം ഒരമ്മയുടെ ശക്തിയും അതേപടി തന്നെ പ്രകടമാക്കിയ ആ വ്യക്തിത്വം എന്നുകൊണ്ടും നമുക്ക് എന്നും മാതൃക തന്നെയാണ്. ആദ്യകാലങ്ങളിൽ അന്തർമുഖത്വമുള്ള കവിതകളുടെ കൂട്ടിൽപ്പെട്ട് ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന കവയത്രി തന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന സമൂഹത്തിലെ അനീതികൾക്ക് മുന്നിൽ പെട്ടെന്ന് തന്നെ ബഹിർമുഖയാകുകയും കവിതകളിലൂടെയും നേരിട്ടും പ്രതികരണ സജ്ജയായി പ്രവർത്തകയായി മാറുന്നു. ഫ്രഞ്ച് കവിയും നോവലിസ്റ്റും നിരൂപകനുമൊക്കെ ആയിരുന്ന ഴാൻ കോക്ടെ പറഞ്ഞിട്ടുണ്ട്, ദ പോയറ്റ് ഈസ് എ ലയർ ഹു ഓൾവേസ് സ്പീക്സ് ദ ട്രൂത്ത്. എല്ലായ്പ്പോഴും സത്യത്തെ വെളിപ്പെടുത്താൻ കള്ളം പറയുന്നവനാണ് കവി. ഈ ഒരു വൈരുദ്ധ്യം തന്നെയാണ് സാഹിത്യത്തെ കയ്പുള്ള വീഞ്ഞാക്കി മാറ്റുന്നതും മാധുര്യമുള്ള കാഞ്ഞിരമാക്കുന്നതും. കൈപ്പേറിയ ജീവിത സത്യങ്ങളെ കാവ്യമാധുര്യത്തിലൂടെ അനുഭവപ്പെടുത്തുന്നു കവികൾ. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവതരിപ്പിക്കട്ടെ സുഗതകുമാരിയുടെ കവിത പെൺകുഞ്ഞ്. ഈ കവിത എക്കാലത്തും സ്ത്രീ നേരിടുന്ന പ്രശ്നങ്ങൾ അത് എവിടെയും ഒന്നാണെന്നും അവൾ ഉയർത്തെഴുന്നേൽക്കേണ്ടതിന്റെ ആവശ്യകതയും ഒപ്പം ഉയർത്തെഴുന്നേൽക്കേണ്ട ആവശ്യകതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവളുടെ കഴിവ് ആകാശത്തിനും അപ്പുറത്തേക്ക് തന്നെ ഉയർന്ന് പറക്കാൻ അവളെ സജ്ജയാക്കുമെന്നും ഒരു ബോധം നൽകുന്ന കവിത കൂടിയാണ്. ഒരുവൾ താൻ പിഴച്ചുപെറ്റ കുഞ്ഞിനെ ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു സന്ദർഭത്തെ, അതിന്റെ ഒരു ആത്മസംഘർഷം മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു മുഹൂർത്തത്തെ വർത്തമാന സാഹചര്യങ്ങളുമായിട്ട് ചേർത്ത് വെച്ച് അതിന്റെ ഒരു പരിച്ഛേദമാക്കി അവതരിപ്പിക്കുകയാണ് ഈ കവിതയിൽ ചെയ്യുന്നത്. പെൺകുഞ്ഞ്. ഇരുട്ടിൽ തിരുമുറ്റത്ത് കൊണ്ടുവയ്ക്കുകയാണു ഞാൻ പിഴച്ചു പെറ്റൊരീ കൊച്ചു പൈതലെ കാത്തുകൊള്ളുക. ഇരുട്ടിൽ തിരുമുറ്റത്ത് കൊണ്ടുവയ്ക്കുകയാണു ഞാൻ പിഴച്ചു പെറ്റൊരീ കൊച്ചു പൈതലെ കാത്തുകൊള്ളുക. പെണ്ണാണ് കൊന്നൊഴിച്ചിടാൻ കഴിഞ്ഞില്ല പൊറുക്കുക. നിൻ മടിത്തട്ടിൽ ജീവിക്കാൻ ഇവൾക്കുമിടമേകുക. അമ്മ തൻ കണ്ണുനീർ പെയ്ത്തിൽ കുളിപ്പിച്ച് ഇറ്റുപാൽ കൊടുത്തമ്മ തൻ ഉമ്മയാകും ശ്രീതിലകം ചാർത്തി നെറ്റിമേൽ. ഇവളെ പാവമീ കുഞ്ഞു സീതയെ ജഗദംബ നിൻ ഉഴവിൻ ചാലിലായി മെല്ലെ കിടത്തുന്നേൻ അനാഥയായി. നാളെ സൂര്യനുദിക്കുമ്പോൾ ഇവൾക്കും പകലെത്തുമോ? നാളെ സൂര്യനുദിക്കുമ്പോൾ ഇവൾക്കും പകലെത്തുമോ? രാവിലേതോ കൂർത്ത പൽകൾക്കിടയ്ക്കിവളൊടുങ്ങുമോ? നാളെ എന്താണ്? ഹാ നാളെ ഇവൾ പെണ്ണ് പിറന്നൊരീ നാളിലെ വെടിയപ്പെട്ടോരിവൾക്കെമ്മട്ടിൽ ജീവിതം. ഇവൾ എന്നെങ്കിലും സ്നേഹമെന്നതിനർത്ഥമോരുമോ? ഇവൾ മാഞ്ഞ മുഖത്തോടെ തനാഥാലയമെത്തുമോ? ഇവൾ ഇന്ത്യൻ ഗിനിപ്പന്നി ശാസ്ത്രത്തിൻ പണിമേശമേൽ കരുവാകാൻ വിദേശത്തേക്കുരുവായി പറക്കുമോ? ഇവളേതെങ്കിലും വീട്ടിൻ ഓമനപുത്രിയാകുമോ? ഇവളെ കയ്യേകി മാറത്തണിയാൻ പ്രേമമെത്തുമോ? ഇവൾക്കായി സ്ത്രീധനം നൽകാൻ ലക്ഷങ്ങൾ കരുതുന്നതാര്? ഇവൾ തന്മേനി പൊന്നിട്ടുമൂടി നൽകാനുമാരുവാൻ. ഇവളെ പോര പൊന്നെന്നു തീത്തൈലത്തിലെരിക്കുമോ? ഇവളെ
യൗവനം പോയെന്നപ്പോഴേ മൊഴി ചൊല്ലുമോ? ഇവളെ പണി ചെയ്യിച്ചു പട്ടിണിക്കിട്ടു കൊല്ലുമോ? ഇവളെ കൊടുമദ്യത്തിൻ മതം തല്ലിച്ചതയ്ക്കുമോ? ഇവളെ വഴിലേലത്തിൽ ചന്തയിൽ വിളി കേൾക്കുമോ? ഇവളെ ചോന്ന തെരുവിൽ പിഴിഞ്ഞൂറ്റി കുടിക്കുമോ? ഇവളാം ചണ്ടി നഗരക്കാനയിൽ ചീർത്തു പൊന്തുമോ? ഇവൾ തന്മേനി ആസ്പത്രി ഭ്രാന്തയിൽ ചീഞ്ഞു നാറുമോ? ഇവൾ പിച്ചച്ചട്ടിയേന്തി ഇരന്നു പശിയാറ്റുമോ? ഇവൾ പെണ്ണല്ലയോ? പെണ്ണിനുടയോൻ ദുഃഖമല്ലയോ? ഇവൾ പെണ്ണല്ലയോ? പെണ്ണിനുടയോൻ ദുഃഖമല്ലയോ? ദേവി ഭൂമി നിനക്കെല്ലാം അറിയാം, നിന്റെ ചന്തയിൽ പാഴ്വിലയ്ക്കുമെടുക്കാത്തോന്നല്ലീ പെണ്ണിന്റെ ജീവിതം. എങ്കിലും തങ്കമേ, നീ എൻ മുഖത്തേക്കുറ്റു നോക്കിയിടും എന്തിനോ പുഞ്ചിരിക്കൊള്ളുന്നു ഓർത്തു വിമ്മുന്നിടയ്ക്കിടെ. അമ്മയാം ഞാനും ഇമ്മട്ടിൽ പെണ്ണായി വന്നു പിറന്നുപോയി. എന്നെയും പാവമെന്നമ്മ അന്നു കൊല്ലാനറച്ചുപോയി. ഇതൊക്കെ സത്യം, ഇതൊക്കെ സത്യമാണ്. എന്നാൽ സ്വപ്നം കാണട്ടെ ഞാനിനി. വെളിച്ചം വിടരും സീതക്കുട്ടിക്കും ജനകൻ വരും. അക്കൈത്തണലിലായി ദീപ്തശുദ്ധിയായി ഇവൾ നീർന്നിടും. അഗ്നി പൊള്ളില്ല, കാടേറില്ലിവൾ ഈ ഭൂമി തൻ മകൾ. അഗ്നി പൊള്ളില്ല, കാടേറില്ല ഇവൾ ഈ ഭൂമി തൻ മകൾ. വേല ചെയ്തു പുലർന്നോളായി, പുലർത്തുന്നവളായി സ്വയം ജീവിതം പൊൻകൊടിക്കൂറ പോലുയർത്തിപ്പിടിച്ചിടും. തല താഴില്ല, താഴ്ത്തില്ല ഇവൾ തൻ കാലിൽ നിൽപ്പവൾ. ഇവൾ തൻ പുഞ്ചിരിക്കൊള്ളും മുഖമാണമ്മ തൻ മുഖം. ഇവൾക്കു മക്കളായി ശക്തിനാളങ്ങൾ പിറകെ വരും. ഇവൾ തൻ ചുമലിൽ ചാഞ്ഞ് ഈ ഭൂമിയൊന്നാശ്വസിച്ചിടും. ഇന്നീ ചന്തപ്പണത്തിക്കിൽ ആർക്കും വേണ്ടാതെ തള്ളിടും കുഞ്ഞിനെ പറ്റിയും സ്വപ്നം കാണുവാൻ അർഹയാണു ഞാൻ. ഇരുട്ടു വാർന്നു പോകാറായി, പോട്ടെ നിൽക്കുക വയ്യിനി. ഒരിക്കൽ കൂടി ഈ കുഞ്ഞു നെറ്റിമേൽ ഉമ്മ വയ്ക്കുക. തിരിഞ്ഞു നോക്കിടാൻ പാടില്ലോടിപ്പോവുക, പോവുക. കരഞ്ഞുകൂടാ, വായ് പൊത്തി ചെവി പൊത്തിപ്പിടിക്കുക. ഉണങ്ങട്ടെ കൺകൾ, കണ്ണീർ നിറഞ്ഞാൽ ഉൾവലിക്കുക. നിറഞ്ഞ മാറിൽ വിങ്ങുന്ന പാൽ ഒലിക്കാതെ ഒപ്പുക. മുറിഞ്ഞ മാറിൽ നിന്നിറ്റും ചോര വീഴാതെ പോവുക. തിരിഞ്ഞു നോക്കാൻ പാടില്ല, ഓടിപ്പോവുക, പോവുക. തിരിഞ്ഞു നോക്കാൻ പാടില്ല, ഓടിപ്പോവുക, പോവുക. നന്ദി. വളരെ സന്തോഷം റോഷ്നി, നന്നായി ചൊല്ലി. താങ്ക് യു. സന്തോഷം. ഓക്കെ, ഇനി അടുത്തത് ലക്ഷ്മി സന്തോഷ് ഒരു കവിത ചൊല്ലും. ലക്ഷ്മിയെ ക്ഷണിക്കുന്നു. നമസ്കാരം, ഞാൻ അപ്ലൈഡ് ഫിസിക്സ് 2ാം വർഷ വിദ്യാർത്ഥിനിയാണ്. വീഡിയോ ഓണാക്കി ചിലപ്പോൾ സൗണ്ട് കട്ടാവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് വീഡിയോ ഓണാക്കുന്നില്ല. ഞാൻ ഇവിടെ ആലപിക്കാൻ പോകുന്ന നേരത്തെ ഉദ്ഘാടകൻ പരാമർശിച്ച ഒരു പാട്ട് പിന്നെയും എന്ന കവിത. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ, ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി. മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതിളക്കി. നോവുമെന്നോർത്ത് പതുക്കെ അനങ്ങാതെ
പാടിടുന്നു. ഇടറുമീ ഗാനമൊന്നേറ്റു പാടാൻ കൂടെ ഇണയല്ല, കൂട്ടിന്നു കിളികളില്ല. പതിവു പോൽ കൊത്തി പിരിഞ്ഞുപോയി മെയ്ച്ചൂടിലടവെച്ചുയർത്തിയ കൊച്ചുമക്കൾ. ആർക്കുമല്ലാതെ വെളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി. വരവായൊരന്തിയെ കണ്ണാൽ ഒഴിഞ്ഞുകൊണ്ടൊരു കൊച്ചുരാ പൂണർന്ന നേരം. ഒരു പാട്ടുകൂടി പതുക്കെ മൂളുന്നിതാ, ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി. ഇരുളിൽ തിളങ്ങുമേ പാട്ടു കേൾക്കാൻ കൂടെ മരമുണ്ട്, മഴയുണ്ട്, കുളിരുമുണ്ട്, നിഴലുണ്ട്, പുഴയുണ്ട്, തലയാട്ടുവാൻ താഴെ വഴിമരച്ചോട്ടിലെ പുല്ലുമുണ്ട്. ആരുമില്ലെങ്കിലെന്തായി, താരുകളുണ്ട്, താരങ്ങളുണ്ട്. ആ പാട്ടിലാഹ്ലാദത്തേനുണ്ട്, കനിവഴും സ്വപ്നങ്ങളുണ്ട്, കണ്ണീരുമുണ്ട്. ഒരു പാട്ടു പിന്നെയും പാടവേ തൻ കൊച്ചു ചിറകിന്റെ നോവു മറന്നു പോകെ. ഇനിയും പറക്കില്ല എന്നതോർക്കാതെയാ വിരിമാനമുള്ളാൽ പുണർന്നുകൊണ്ടേ. വെട്ടിയ കുറ്റിമേൽ ചാഞ്ഞിരുന്നാർദ്രമായി ഒറ്റ ചിറകിന്റെ താളമോടെ ഒരു പാട്ട് വീണ്ടും തെളിഞ്ഞു പാടുന്നിതാ, ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി. വെട്ടിയ കുറ്റിമേൽ ചാഞ്ഞിരുന്നാർദ്രമായി ഒറ്റ ചിറകിന്റെ താളമോടെ ഒരു പാട്ടു വീണ്ടും തെളിഞ്ഞു പാടുന്നിതാ, ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി. നന്ദി. ലക്ഷ്മി. അടുത്തതായിട്ട് വൈദേഹി സ്വദേശ് കവിത ചൊല്ലും. സുപ്രസിദ്ധ കവയിത്രി സുഗതകുമാരി ടീച്ചറുടെ രാത്രിമഴ. രാത്രിമഴ ചുമ്മാതെ കേണും ചിരിച്ചും വിതുമ്പിയും നിർത്താതെ പിറുപിറുത്തും നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്നൊരു യുവതിയാം ഭ്രാന്തിയെപ്പോലെ. രാത്രിമഴ ചുമ്മാതെ കേണും ചിരിച്ചും വിതുമ്പിയും നിർത്താതെ പിറുപിറുത്തും നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്നൊരു യുവതിയാം ഭ്രാന്തിയെപ്പോലെ. രാത്രിമഴ മന്ദമീ ആശുപത്രിക്കുള്ളിൽ ഒരു നീണ്ട തേങ്ങലായി ഒഴുകി വന്നെത്തി കിളിവാതിൽ വിടവിലൂടേറെ തണുത്ത കൈവിരൽ നീട്ടി എന്നെ തൊടുന്നൊരീ ശ്യാമയാം ഇരവിന്റെ ഭിന്നയാം പുത്രീ. രാത്രിമഴ മന്ദമീ ആശുപത്രി
രാത്രിക്കുള്ളിൽ ഒരു നീണ്ട തേങ്ങലായി ഒഴുകി വന്നെത്തി കിളിവാതിൽ വിടവിലൂടേറെ തണുത്ത കൈ വിരൽ നീട്ടി എന്നെ തൊടുന്നൊരീ ശ്യാമയാം ഇരവിന്റെ ഖിന്നയാം പുത്രീ. ആരോ പറഞ്ഞു മുറിച്ചു മാറ്റാം കേടുബാധിച്ചോരവയവം, പക്ഷേ കൊടും കേടുബാധിച്ച പാവം മനസ്സോ. ആരോ പറഞ്ഞു മുറിച്ചു മാറ്റാം കേടുബാധിച്ചോരവയവം, പക്ഷേ കൊടും കേടുബാധിച്ച പാവം മനസ്സു. രാത്രിമഴ പണ്ടെന്റെ സൗഭാഗ്യരാത്രികളിൽ എന്നെ ചിരിപ്പിച്ച കുളിർ കോരിയണീച്ച വെണ്ണിലാവേക്കാൾ പ്രിയം തന്നുറക്കിയോരന്നത്തേൻ പ്രേമസാക്ഷി. രാത്രിമഴ പണ്ടെന്റെ സൗഭാഗ്യരാത്രികളിൽ എന്നെ ചിരിപ്പിച്ച കുളിർ കോരിയണീച്ച വെണ്ണിലാവേക്കാൾ പ്രിയം തന്നുറക്കിയോരന്നത്തേൻ പ്രേമസാക്ഷി. രാത്രിമഴയോടു ഞാൻ പറയട്ടെ, രാത്രിമഴയോടു ഞാൻ പറയട്ടെ, നിന്റെ ശോകാർദ്രമാം സംഗീതമറിയും ഞാൻ. നിന്റെ അലിവും അമർത്തുന്ന രോഷവും ഇരുട്ടത്തുവരവും തനിച്ചുള്ള തേങ്ങിക്കരച്ചിലും പുലരിയെത്തുമ്പോൾ മുഖം തുടച്ചുള്ള നിൻ ചിരിയും തിടുക്കവും നാട്യവും ഞാനറിയും. അറിയുന്നതെന്തുകൊണ്ടെന്നോ, അറിയുന്നതെന്തുകൊണ്ടെന്നോ സഖീ, അറിയുന്നതെന്തുകൊണ്ടെന്നോ സഖീ, ഞാനുമിതുപോലെ രാത്രിമഴ പോലെ, ഞാനുമിതുപോലെ രാത്രിമഴ പോലെ, രാത്രിമഴ പോലെ. നന്ദി. നന്ദി വൈദേഹി. അടുത്തതായി ടീച്ചറെ, ഈ കവിത എഴുതുന്ന കുട്ടികൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വീഡിയോ ഓൺ ചെയ്യാൻ പറഞ്ഞാലേ നമുക്ക് ഒരു ഫോട്ടോ ഒക്കെ അവരെ എടുക്കാൻ പറ്റുമായിരുന്നു. ഇത് സേവ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സുകന്യ അടുത്തതായി കവിത ചൊല്ലും. ഒന്ന് വീഡിയോയും കൂടി ഓൺ ആയിട്ട്. ആ ടീച്ചറെ, ഞാനിവിടെ ആലപിക്കാൻ പോകുന്നത് സുഗതകുമാരി ടീച്ചറുടെ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്നുള്ള കവിതയാണ്. അതിൽ ഏതാനും ചില വരികൾ മാത്രമാണ്. ടീച്ചർ വീഡിയോ ഓഫ് ആയിക്കോട്ടെ, റേഞ്ചിന്റെ ചെറിയ പ്രശ്നമുണ്ടേ. ഓഫ് ആക്കിക്കോളൂ. ഓഫ് ആക്കിക്കോളൂ. കരയുന്നു ഗോകുലം മുഴുവനും കൃഷ്ണ നീ മധുരയ്ക്കു പോകുന്നുവത്രേ. പുൽത്തേരുമായി നിന്നെ ആനയിക്കാൻ ക്രൂരനെത്തിങ്ങത്രേ. ഒന്നുമേ മിണ്ടാതനങ്ങാതെ ഞാൻ എന്റെ ഉമ്മറത്തിണ്ണയിലിരിക്കേ. രഥചക്രഘോഷം കുളമ്പൊച്ച
വക്രഘോഷം കുളമ്പൊച്ച ഞാൻ എൻ്റെ മിഴി പൊക്കി നോക്കിടും നേരം നൃപചിഹ്നമാർന്ന കൊടിയാടുന്ന തേരിൽ നീ നിറതിങ്കൾ പോൽ വിളങ്ങുന്നു. കരയുന്നു കൈനീട്ടി ഗോപിമാർ കേണു നിൻ പിറകെ കൊതിക്കുന്നു പൈക്കൾ. തിരുമിഴികൾ രണ്ടും കലങ്ങിച്ചു വന്നു നീ അവരെ തിരിഞ്ഞു നോക്കുന്നു. ഒരു ശിലാബിംബമായി മാറി ഞാൻ മിണ്ടാതെ കരയാതനങ്ങാതിരിക്കേ. അറിയില്ല എന്നെ നീയെങ്കിലും കൃഷ്ണ നിൻ രഥമെന്റെ കുടിലിന്നു മുന്നിൽ ഒരു മാത്ര നിൽക്കുന്നു. കണ്ണീർ നിറഞ്ഞൊരാമിഴികൾ എന്നീർക്കു ചായുന്നു. കരുണയാലാകെ തളർന്നൊരാ ദിവ്യമാം സ്മിതമെനിക്കായി നൽകുന്നു. കൃഷ്ണ നീ അറിയുമോ എന്നെ? കൃഷ്ണ നീ അറിയുമോ എന്നെ? നീ അറിയുമോ എന്നെ? നന്ദി. അടുത്തതായി 2ാം വർഷ മലയാളം വിദ്യാർത്ഥി BA മലയാളം വിദ്യാർത്ഥിനി ആക്കില്ല കവിത ചൊല്ലും. സുഗതകുമാരി ടീച്ചറുടെ ഒറ്റയ്ക്ക് എന്ന കവിത. ഒറ്റയ്ക്കിരിക്കാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ, കൂറ്റിരുട്ടിൽ കൊടും കാട്ടിലെന്തേതാകും ഒറ്റ മരത്തിൻ ചുവട്ടിൽ. പുറകിലൂടെത്തുന്ന പാമ്പിനെ കാട്ടാളനെ ഭയം ചെറ്റുമില്ലാതെ ഉറക്കെ കരയാതെ ഒറ്റയ്ക്കിരിക്കാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ. ഒറ്റയ്ക്കിതിലേ നടക്കാൻ പഠിച്ചു ഞാൻ, ശക്തമാം നിൻവലം കയ്യിൽ പിടിക്കാതെ ദുർഘടമീ വഴിത്താരയിലൂടവേ ലക്ഷ്യമില്ലാതെ കുനിഞ്ഞ ശിരസുമായി ഒറ്റയ്ക്കു പോകാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ. ഒറ്റയ്ക്കു പാടാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ, ഒപ്പം ചിരിച്ചുകൊണ്ടേറ്റു പാടാൻ കൂട്ടിനാരുമില്ലാതെ ആർക്കും വേണ്ടിയല്ലാതെ ഏതോ ബധിരതൻ മുന്നിലേക്കമാം ശബ്ദമായി നിന്നു വിറയ്ക്കാത്ത കണ്ഠമാർന്നൊറ്റയ്ക്കു പാടാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ. ഒറ്റയ്ക്കുറങ്ങാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ, സ്വപ്നങ്ങളില്ലാതെ കണ്ണുനീരില്ലാതെ അർദ്ധരാത്രിക്കു നടുങ്ങി ഉണർന്നു നിൻ ഹസ്തം ഉപദാനമാക്കാതെ തോഴനാം ഒറ്റയുറക്ക ഗുളികതൻ ചുംബനം മുദ്രയൻ ചുട്ട നെറുകയിലേറ്റുകൊണ്ടൊറ്റയ്ക്കുറങ്ങാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ. ഒറ്റയ്ക്കു വീണു മരിക്കാൻ പഠിച്ചു ഞാൻ, ഒറ്റയ്ക്കു വീണു മരിക്കാൻ പഠിച്ചു ഞാൻ.
ഒറ്റയ്ക്കു വീണു മരിക്കാൻ പഠിച്ചു ഞാൻ, ചുറ്റിലും രോദനമില്ലാതെ നിൻ മടിത്തട്ടിലല്ലാതെ, നിൻ പൊന്നു കയ്യാലൊരിറ്റു ജലം നുകരാതെ, നിൻ കണ്ണിലെൻ ദൃഷ്ടി ചേർക്കാതെ, നിൻ കണ്ണിലെൻ ദൃഷ്ടി ചേർക്കാതെ, ഹാ യാത്ര ചോദിക്കാതെ, ഹാ യാത്ര ചോദിക്കാതെ, ഒറ്റയ്ക്കു വീണു മരിക്കാൻ പഠിച്ചു ഞാൻ, ഒറ്റയ്ക്കു വീണു മരിക്കാൻ പഠിച്ചു ഞാൻ, ഒറ്റയ്ക്കു വീണു മരിക്കാൻ പഠിച്ചു ഞാൻ, ഒറ്റയ്ക്കു വീണു മരിക്കാൻ പഠിച്ചു ഞാൻ. നന്ദി. നമ്മുടെ പരിപാടി ഏതാണ്ട് അതിന്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് ഇവിടെ നടന്നിട്ടുള്ള പ്രഭാഷണങ്ങളിലോ അല്ലെങ്കിൽ അവതരിപ്പിച്ച കവിതകളെ കുറിച്ചോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാനുള്ളൊരു അവസരവും കൂടിയാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇടപെടാവുന്നതാണ്. ഇല്ല എന്ന് കരുതുന്നു. ആയതുകൊണ്ട് അവസാനം ഈ പരിപാടി അവസാനിപ്പിക്കുന്നതിനായി ഔപചാരികമായ നന്ദി പ്രകാശനത്തിന് ഡോക്ടർ കെ മുഹമ്മദ് ബഷീറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പടം നമ്മുടെ കുട്ടികൾ വരയ്ക്കണമെന്ന് ഒന്ന് പറഞ്ഞിട്ട് സാറ് നന്ദി പറയണേ. നമ്മള് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് ദീപ ടീച്ചർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മലയാളം പിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികൾ വരച്ച സുഗതകുമാരിയുടെ ചിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാവരും ഡിപ്പാർട്ട്മെന്റ് ഓഫ് മലയാളം ഒന്ന് പിൻ ചെയ്യുക. സുഗതകുമാരിയുടെ നമ്മുടെ കുട്ടികൾ വരച്ച ചിത്രം ടീച്ചർക്കുള്ളൊരു ആദരാഞ്ജലി ആയിട്ട് നമ്മൾ സമർപ്പിക്കുകയാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് മലയാളം ഇതാണ് ദീപാവലിയൊക്കെ ഉള്ളത് ഓണാണ്. ഇത് നമ്മുടെ ഫസ്റ്റ് MA അമൃത TV എന്ന് പറയുന്ന കുട്ടി വരച്ചതാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ഫസ്റ്റ് MA മലയാളത്തിലെ അമൃത TV എന്ന് പറഞ്ഞ കുട്ടി വരച്ച ടീച്ചറിന്റെ ചിത്രമാണിത്. അതുപോലെ തന്നെ അതേ ക്ലാസ്സിൽ തന്നെ ലക്ഷ്മി ഓജ എന്ന് പറയുന്ന കുട്ടി വരച്ച ചിത്രമാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇത് ചെയ്ത് വെക്കുന്നതിന് വേണ്ടി അവർ രണ്ടുപേരും കൂടി വരച്ച്. ശരി, നന്ദി ദീപ. ഞാനത് ഇടയ്ക്ക് വിട്ടുപോയിരുന്നു. നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ കഴിയാന്നുള്ള ടീച്ചറെ കുഴപ്പമില്ല, ഇപ്പോഴാ ഓർത്തത്. അത് നന്ദി പ്രകാശനത്തിനായി ബഷീർ സാറിനെ ക്ഷണിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമയം വൈകിയതുകൊണ്ട് ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ നന്ദി പറയാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കോവിഡ് മഹാമാരി ദിനേന എന്നാണ് അതിന്റെ ഓരോരോ ദുരന്തം എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾക്കിടയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ വലിയ എഴുത്തുകാരെ പോലും അത് കൂട്ടിക്കൊണ്ടു പോവുകയാണ് എന്നുള്ളത് ഓരോ ദിവസവും നമ്മൾ ഞെട്ടലോടെ ശ്രമിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് ഒരു മോചനം ഉണ്ടാകട്ടെ എന്നുള്ള പ്രതീക്ഷയോടെയും പ്രത്യാശയോടും കൂടി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കേണ്ടിയിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ നെസി ടീച്ചർ ആയിരുന്നു. ടീച്ചർക്ക് DC-യിൽ നിന്നൊരു മീറ്റിംഗ് കാരണം പങ്കെടുക്കാൻ പറ്റിയില്ല. എങ്കിൽ പോലും ടീച്ചറുടെ അഭാവത്തിൽ ഞാൻ ടീച്ചർക്ക് ആദ്യമായി നന്ദി പറയുന്നു. അതോടൊപ്പം ഇന്നത്തെ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ച നമ്മുടെ വകുപ്പ് അധ്യക്ഷ ഡോക്ടർ ജി ഉഷാകുമാരി ടീച്ചർക്കും സ്വാഗതം ആശംസിച്ച ദീപ ടീച്ചർക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ